യോഹന്നാൻ 19:25 യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു. ദൗത്യം പൂർത്തിയാക്കാൻ ചില സമയത്ത് ദൈവം നമ്മളെ നിർത്തും. അതൊരു അനുഗ്രഹമായിട്ട് കരുതണം. ഈ കൂടുതൽ ത്യാഗം സഹിക്കുമ്പോൾ അത് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. ഉടമ്പടിക്ക് ത്യാഗം അതിൻ്റെ ഘടനയുടെ ഒരു ഭാഗമാണ്. എന്തെങ്കിലും ത്യാഗം നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് മക്കളത് കണ്ട് തിരിച്ചറിഞ്ഞ് കാഴ്ചവെക്കേണ്ടത്. ആദ്യം ദൈവം ഉടമ്പടി ചെയ്തത് എബ്രാഹത്തിനോടാണ്, അല്ലേ? എബ്രാഹത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം നീ അത് വിശ്വസിക്കുന്നു, എൻ്റെ വാഗ്ദാനങ്ങളിൽ നീ വിശ്വസിക്കുന്നു എന്ന് ദൈവത്തിന് ഉറപ്പ് കിട്ടാൻ വേണ്ടി എബ്രാഹത്തിനോടൊരു ത്യാഗം ചെയ്യാൻ പറഞ്ഞു. എന്താണ് ത്യാഗം ചെയ്യാൻ പറഞ്ഞത്? നിൻ്റെ ജനനേന്ദ്രിയത്തിൻ്റെ അറ്റം കണ്ടിക്കാൻ പറഞ്ഞു. നിസ്സാര ത്യാഗമല്ല, 2 ആഴ്ച പനിച്ച് കിടക്കുന്ന ത്യാഗമാണ്. കാര്യം എന്താ? ജനനേന്ദ്രിയമാണ് ജീവൻ നൽകണത്. അപ്പം ജീവൻ അർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ജനനേന്ദ്രിയത്തിൻ്റെ അറ്റം കണ്ടിക്കാൻ പറഞ്ഞത്. എബ്രാഹാം അങ്ങനെ ചെയ്തു. അപ്പോഴാണ് ഉടമ്പടി എബ്രാഹത്തിൻ്റെ വിശ്വാസം ദൈവം മുഖവിലക്കെടുത്തത്. പക്ഷെ പൗലോസിൻ്റെ കാലം വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അറ്റം കണ്ടിച്ചാലും കയ്യിരിപ്പ് മോശമാണെങ്കിൽ കർത്താവിൻ്റെ കൃപ ലഭിക്കത്തില്ല. പൗലോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതുകൊണ്ട് പൗലോസ് എന്ന് പറഞ്ഞു, പരിച്ഛേദനോ അപരിച്ഛേദനോ അല്ല, പുതിയ സൃഷ്ടിയായി തീരുകയാണ് പരമപ്രധാനം. കൈ അടിച്ച് കർത്താൻ കഴിയുകയാണ്. അപ്പോൾ ഉടമ്പടിയുടെ ലക്ഷ്യം എന്താ? പുതിയ സൃഷ്ടിയായി തീരുകയാണ്. പുതിയ സൃഷ്ടിയായി തീരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിൽ ചില ത്യാഗങ്ങൾ സഹിക്കുന്നത്. കാരുണ്യപ്രവൃത്തിയുണ്ട്, പ്രേക്ഷിത പ്രവർത്തനമുണ്ട്, അല്ലേ? അങ്ങനെ കുറേ ത്യാഗപ്രവർത്തനങ്ങളുണ്ട്. നിങ്ങൾ ആരും എന്തെങ്കിലും ഉടമ്പടിയിലുള്ള ത്യാഗങ്ങൾ നിങ്ങൾക്ക് മിനിമൈസ് ചെയ്ത് തരാൻ ആർക്കും അനുവാദമില്ല. അഥവാ ആരെങ്കിലും നിങ്ങൾക്കിവിടെ വന്ന് നിങ്ങളുടെ സങ്കടമൊക്കെ കേട്ടിട്ട് എന്നാൽ പിന്നെ പ്രാർത്ഥനയ്ക്ക് വരണ്ട എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അത് മിക്കവാറും പിശാചായിരിക്കും പറയണത്. ഇവിടുത്തെ ശുശ്രൂഷകരുടെ വേഷം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, പറയണ പിശാചായിരിക്കും. കാര്യം ഉടമ്പടിക്ക് മിനിമം ത്യാഗം അതിലുള്ളതാണ്. ഇപ്പോൾ ഇടുക്കിക്കാരൊക്കെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണില്ലേ? അവരൊക്കെ എത്ര വെളുപ്പിനെ എഴുന്നേറ്റ് പോകുന്നതാണ്. കാസർഗോഡുകാരൊക്കെ ഇവിടെ എത്തണമെങ്കിൽ എന്ത് പാടാ. ഇന്ന് ഞാനിരിക്കുന്ന തൈക്കാട്ടുശ്ശേരിയിൽ വയനാട്ടുകാർ ഇന്നലെ എത്തിയതാണ്, കോഴിക്കോട്ടുകാർ ഇന്ന് എത്തിയതാണ്. ജസ്റ്റ് അവർ വന്നതുകൊണ്ട് അവരെ കണ്ട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വിട്ടിട്ടാണ്. അപ്പോൾ കുറച്ച് ത്യാഗം അനുഭവിക്കുന്നതെല്ലാം ഉടമ്പടിയുടെ ഭാഗമാണത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്, എന്തെങ്കിലും ത്യാഗം, വണ്ടി കാത്തുനിന്ന് താമസിച്ചു, അങ്ങനെ എന്തെങ്കിലും ത്യാഗം വന്ന് ഈ പ്രാർത്ഥനാകാലത്ത് വന്നാൽ അപ്പം തന്നെ സന്തോഷിക്കണം. എന്നിട്ട് അത് ഉടമ്പടിയുടെ ഭാഗമായിട്ട് കാഴ്ചവെക്കണം. അതെന്താണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണമാണ്. ഇപ്പോൾ അവസാനം ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, ഒരു കൽപ്പണിക്കാരൻ സഹോദരൻ സാക്ഷ്യം പറഞ്ഞില്ലേ, അയാൾ കേവലം കൽപ്പണിക്കാരനാണ്. കൽപ്പണിക്കാരൻ സഹോദരൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ അയാളുടെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു വാഗ്ദാനം കൊടുത്ത്. ഉടമ്പടിയിൽ എപ്പോഴും വാഗ്ദാനം ഉണ്ടാവും. എന്താ കൊടുത്തത്? നിന്നെ ഞാൻ ഒരു കോൺട്രാക്ടറാക്കും. അപ്പോൾ വാഗ്ദാനമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. എബ്രാഹത്തിൻ്റെ കാലം മുതലേ വാഗ്ദാനമാണ്. വാഗ്ദാനം നമ്മൾക്കെങ്ങനെ അവകാശമാക്കണത്? നമ്മളതിൽ വിശ്വസിക്കുമ്പോഴാണ്. അതാണ് ഉടമ്പടിയുടെ ഒരു മെക്കാനിസം. അതാണ് നമ്മളത് വിശ്വസിക്കണം. ഇപ്പോൾ കാൽപ്പണിക്കാരന് ഒരു വാഗ്ദാനം കിട്ടി. എന്താണ്? അവനെ കർത്താവ്
കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറാക്കുമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ള അവൻ്റെ വരുമാന മാർഗം വർദ്ധിപ്പിക്കും. വരുമാന മാർഗം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഉടമ്പടിയുടെ ആദ്യകാലം മുതലേ ഉള്ള അജണ്ടയാണ്. നിൻ്റെ കന്നുകാലികളെ പെരുക്കും, അപ്പക്കുട്ട അനുഗ്രഹിക്കും, മാവ് കുഴക്കുന്ന കലത്തെ അനുഗ്രഹിക്കും എന്നൊക്കെ പറയണത് എബ്രഹത്തിൻ്റെ കാലം തൊട്ട് കൊടുത്ത ഉടമ്പടി മോസസിൻ്റെ കാലത്ത് ദൈവം റിവൈസ് ചെയ്യണതാണ്. അപ്പോൾ വരുമാന മാർഗങ്ങളെല്ലാം അതിനുള്ളതാണ്. അതുകൊണ്ടാണ് IELTS, ഹാദ്, MOH ജീവിത മാർഗങ്ങളെല്ലാം അമ്മ ഒരു സാക്ഷ്യം നിങ്ങൾ കേട്ടായിരിക്കും. എന്താണ്? അവർക്ക് ആ പരീക്ഷ അറിയത്തില്ല. ഒരു ജോലിയുടെ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ? അതായത് ആ സബ്ജക്റ്റ് ആ വ്യക്തിക്ക് അറിയത്തില്ല. പക്ഷെ ആ സബ്ജക്റ്റ് കാണാതെ പഠിച്ചാലേ ജോലി കിട്ടത്തുള്ളൂ. പിന്നെ എന്ത് ചെയ്യും? അമ്മയുടെ ഉടമ്പടി ഹോൾഡ് ഫാസ്റ്റ് ചെയ്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അറിയാൻ പാടില്ലാത്ത സബ്ജക്റ്റ് ആദ്യമായിട്ട് പഠിക്കും. അറിയാൻ പാടില്ലാത്ത സബ്ജക്റ്റ് ആദ്യമായിട്ട് പഠിച്ചിട്ട് അമ്മയുടെ കാശുരം തന്നെ വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അത് പ്രൊഡ്യൂസ് ചെയ്യും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അറിയാൻ പാടില്ലാത്ത നിനക്ക് അജ്ഞാതമായ ദേശത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകുമെന്ന് കൈ അടിച്ച് കർത്താവ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടമ്പടി വിഹിത പ്രകാരമുള്ള സാക്ഷ്യങ്ങളാണ് പറയണതെല്ലാം. ഓരോ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കും. ഉടമ്പടിയുടെ നിബന്ധനകളുമായി, ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളുമായി, ദൈവം നൽകിയ വാഗ്ദാനങ്ങളുമായി ഇതെങ്ങനെയാണ് യോജിച്ച് നിൽക്കണമെന്ന്. ഇപ്പോൾ IELTS, MOH, ഹാദ്, അതുപോലെ തന്നെ പ്രൊമട്രി എക്സാം എല്ലാം എന്താ? ഭക്ഷണം കഴിക്കണ മാർഗമാണ്. നിൻ്റെ അപ്പക്കുട്ടയെ ഞാൻ അനുഗ്രഹിക്കും. അതാണ് വചനം. അപ്പോൾ നിയമാവർത്തനം 28:4-9 വചനം. നിൻ്റെ അപ്പക്കുട്ടയെ അനുഗ്രഹിക്കും, മാവ് കുഴക്കുന്ന കലത്തെ അനുഗ്രഹിക്കും, എണ്ണ പറ്റിപ്പോകത്തില്ല, നിൻ്റെ വീട്ടിൽ ആഹാരം മുട്ടിപ്പോകത്തില്ല. കൈ അടിച്ച് കർത്താൻ. അപ്പോൾ ഇങ്ങനെയെല്ലാം നിറവേറുന്നത് ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരം. ഇപ്പോൾ വയറെ കൈവച്ചു, അച്ഛൻ പറഞ്ഞു നിനക്ക് വൈകല്യമില്ലാത്ത കുഞ്ഞിനെ കർത്താവ് തരും. അപ്പോൾ ഉടമ്പടി പ്രകാരം 22 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരെ 17 വർഷം, 21 വർഷം, 10 വർഷം, 14 വർഷം, ഇങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടത്തില്ലാതെ 4 വർഷം കഴിയുമ്പോൾ തന്നെ എല്ലാ ടെസ്റ്റും നടത്തിയിട്ട് ഡോക്ടർ പറഞ്ഞാലും ശരി, ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം കുഞ്ഞിനെ കൊടുക്കും. എന്താ കുഞ്ഞിനെ കൊടുക്കും? നമ്മൾ സാക്ഷ്യം, ഒരു കൊല്ലത്തെ സാക്ഷ്യമാണ് നമ്മുടെ ഉറപ്പ്. അല്ലാതെ ഒരു കൊല്ലത്ത് 15 മുതൽ ഇന്ന് വരെ കുഞ്ഞുങ്ങളെ കിട്ടിയിരിക്കുന്ന സാക്ഷ്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ കിഡ്നി സുഖപ്പെടണതും, കുഞ്ഞുങ്ങളുടെ കരൾ വെച്ച് കൊടുക്കണം, കുഞ്ഞുങ്ങളെ സന്താനങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യണത് എന്താണെന്നറിയാവോ? അബ്രഹത്തിന് ഉടമ്പടി ചെയ്യാൻ നേരത്തെ ദൈവം വിളിച്ചപ്പോഴേ ഞാനും നീയും തമ്മിൽ ഈ ബന്ധം സ്ഥിരവും സ്ഥായിയുമായി ശാശ്വതമാകാൻ വേണ്ടി ഒരു ഉടമ്പടി ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഉൽപ്പത്തി 15-16 അധ്യായങ്ങൾ പറയുമ്പോൾ അബ്രാഹാം കണ്ണ് നിറയും. എല്ലാ അഭിവൃദ്ധിയും കന്നുകാലികളെ പെരുക്കും എന്നൊക്കെ പറയുമ്പോഴേ അബ്രാഹാം സങ്കടപ്പെട്ട് പറയും, എൻ്റെ കന്നുകാലികളെ പെരുക്കിയാലും എൻ്റെ ഗോതമ്പ് വയലുകൾക്ക് നല്ല വിളവ് കിട്ടിയാലും ഡമാസ്കസുകാരൻ എലിയാസറാണ് എൻ്റെ വീട്ടിലെ സൂക്ഷിപ്പുകാരൻ, എനിക്ക് അങ്ങ് സന്താനങ്ങളെ തന്നില്ലല്ലോ എന്ന് പറയും. സങ്കടത്തോടെയാണ് പറയണത്. അപ്പം ദൈവത്തിനത് ഫീല് ചെയ്യും. അപ്പോഴേ ദൈവം പറഞ്ഞു, എടാ ഞാൻ വാഗ്ദാനം തരുമ്പോൾ അണ്ടർസ്റ്റുഡ് അല്ലേ അതിൻ്റെ അകത്ത് സന്താനങ്ങളെ, നീ പുറത്തേക്ക് വരാൻ പറയും. ഞാൻ വാഗ്ദാനം തരുമ്പോൾ സന്താനങ്ങൾ അണ്ടർസ്റ്റുഡ് അല്ലേ, അതിൻ്റെ അകത്ത് അറിയാതെ തന്നെ ഉള്ളതാണല്ലോ, പിന്നെ നീ എന്നോടത് പറയേണ്ട കാര്യമില്ല, എന്നാലും നീ പുറത്തേക്ക് വാന്ന് പറയും. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ പറയും, നീ എന്നെ കാണുന്നത്? ഞാൻ മണ്ണും നക്ഷത്രങ്ങളും, അതുപോലെ ഞാൻ നിനക്ക് സന്താനങ്ങളെ തരുമെന്ന്. 1 അല്ല 2 അല്ല 10,000 സുഖിയ. അപ്പോൾ സന്താനങ്ങളെന്ന് പറയണത് ഉടമ്പടിയുടെ ആദിമ വാഗ്ദാനങ്ങളിൽ ഒന്നാണത്. ഇപ്പം മണ്ണ് പോലെ നക്ഷത്രം പോലെ മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓർക്കും ഇസ്ഹാക്ക് മാത്രമല്ല ജനിച്ചതുള്ളതെന്നല്ല. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയണത്? എബ്രഹാത്തെ പോലെ അവൻ്റെ വിശ്വാസത്തിൽ പങ്കുചേരുമ്പോൾ നമ്മളും എബ്രഹാത്തിലൂടെ ദൈവത്തിൻ്റെ മക്കളായി മാറും, വിശ്വാസത്തിൽ എബ്രഹാത്തിൻ്റെ മക്കളായി മാറും. പ്രൈസ് ദി ലോർഡ്.
അതാണ് മണ്ണ് പോലെ മക്കളെന്ന് പറയണത്. അതുകൊണ്ട് മക്കളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം അവരുടെ ആത്മാവ് നഷ്ടപ്പെടുത്തുന്ന പ്രണയങ്ങൾ, അവരുടെ ജോലി, അവരുടെ തെറ്റായ ജീവിത രീതി, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, അതുപോലെ തന്നെ അവരുടെ പഠനക്കുറവ്, പഠിക്കാത്ത ഉഴപ്പ്, കുറ്റകൃത്യങ്ങൾ, അങ്ങനെ മക്കളുമായിട്ടും ബന്ധപ്പെട്ട് എല്ലാം ഉടമ്പടി വിഷയമാണ്. സന്താനങ്ങളെന്ന് പറയുമ്പോൾ ആ സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അഭിവൃദ്ധിയുമായിട്ട് എല്ലാം ഉടമ്പടി വിഷയമാണ്. എപ്പോഴും നമ്മൾ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ പ്രാചീന വാഗ്ദാനങ്ങളോട് നീതി പുലർത്തുന്ന നമ്മൾ അപേക്ഷകളാണ് വെക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണത്. തന്നെയല്ല, പലപ്പോഴും സാക്ഷ്യം വരുന്നതെല്ലാം ആ ഒരു കുടുംബത്തിൽപ്പെട്ട ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽപ്പെട്ട സാക്ഷ്യങ്ങളാണ് വരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഏറ്റുസെട്ട് കാര്യങ്ങളുണ്ട്. ഒരു ഭൗതിക മനുഷ്യൻ്റെ സമ്പൂർണ്ണ ജീവിതത്തിനും നിത്യജീവിതത്തിനും. ഇപ്പോൾ വാഗ്ദാനം എന്ന് പറയുമ്പോൾ വാഗ്ദാന നാട്, പുതിയ ഇസ്രായേലിൻ്റെ വാഗ്ദാന നാട് എന്താണ്? സ്വർഗീയ ജെറുസലേമാണ്. നിത്യത വരെയുള്ള വിഷയങ്ങൾ ഉടമ്പടിയുടെ സബ്ജക്റ്റാണ്. ഒരു പക്ഷേ മനുഷ്യൻ്റെ ഐഹികവും പാരത്രികവുമായ വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുമ്പോഴാണ് എബ്രാഹത്തിനോട് ദൈവം പറയണത്, നീ തന്നെ ഒരു അനുഗ്രഹമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഉൽപ്പത്തി 12:2 നീ ഒരു അനുഗ്രഹമായി മാറും. എന്തുകൊണ്ടാണ്? എല്ലാ കാര്യങ്ങളിലും. ഉൽപ്പത്തി 24:1 ദൈവം എബ്രാഹത്തെ എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാ കാര്യവും ഉണ്ട്. എബ്രാഹത്തെ അനുഗ്രഹിച്ചെന്ന് പറയുമ്പോഴേ ഉൽപ്പത്തി 24:1 എല്ലാ കാര്യങ്ങളിലും ദൈവം എബ്രാഹത്തെ അനുഗ്രഹിക്കുന്നത് ഉടമ്പടി പ്രകാരമാണ്. ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവ് നിങ്ങളെ ചിലരിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലേക്കുള്ള സാക്ഷ്യം എന്താണ്? ഞങ്ങൾ 6 കാര്യമാണ് ഉടമ്പടി വെച്ചത്, 3 കാര്യം ഉടമ്പടിയുടെ പുറത്ത് നടന്നെന്ന് പറഞ്ഞില്ലേ. നമ്മളെന്താണ് 6 കാര്യം വെച്ചിരിക്കുന്നത്? 6 കൽപ്പരണി നമ്മൾ കൃപാസനത്തിൽ നടക്കണത് എന്താ? മരിയൻ ഉടമ്പടിയാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പേരിൽ നമുക്ക് ദൈവം തന്ന ആനുകൂല്യമാണ് ഉടമ്പടി പ്രാർത്ഥന, വെളിപാട് പ്രാർത്ഥനയാണത്. അപ്പോഴും മരിയൻ ഉടമ്പടി ആയത് കാരണം അമ്മയുടെ മധ്യസ്ഥതയിലാണ് കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യണത്, അത് ഈശോൻ്റെ അടുത്ത് വെക്കണത്. അപ്പം അങ്ങനെ വരുമ്പോൾ 6 കൽപ്പരണിയാണ് കാനായിലെ കല്യാണത്തിൽ അമ്മയുടെ മധ്യസ്ഥയിൽ വെച്ചത്. അതുകൊണ്ടാണ് നമ്മൾ 6 കാര്യം വെക്കണത്. പക്ഷേ 6 കാര്യം വെക്കുമ്പോൾ 6 നിബന്ധനകളാണ് നമ്മൾ ഉടമ്പടി പ്രകാരം ഏറ്റെടുക്കണത്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ 6 നിബന്ധനകൾ ഉടമ്പടി പ്രകാരം ഏറ്റെടുക്കുമ്പോൾ ഈ ചിലർ ഇപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, അതായത് 3 മാസമാണ് അമ്മ വീട്ടിലിരിക്കണത്. അപ്പോൾ നിങ്ങൾ ചിലർക്ക് തെറ്റിദ്ധാരണ വന്നു കാണും, ആ 3 മാസം കഴിയുമ്പോൾ പിന്നെ ഉടമ്പടി തീർന്നെന്ന്. ഉടമ്പടി 1-ാം ഘട്ടമാണ് 3 മാസം. ഉടമ്പടി ഞങ്ങൾ സ്ഥിരീകരിക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി കഴിയുമ്പോൾ തന്നെ അച്ഛനെ കാണാൻ വരുമ്പോൾ പേപ്പർ മേടിക്കണത്. പേപ്പർ മേടിച്ചിട്ട് എന്താ നോക്കണത്? പുതുക്കിയൊന്നും നോക്കത്തുള്ളൂ. ഉടമ്പടിയുടെ 1-ാം ഘട്ടം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കുമ്പോഴാണ് ഉടമ്പടി ആദ്യഘട്ടം സ്ഥിരീകരിക്കണത്. ചില ആൾക്കാർ ഉടമ്പടി ആദ്യഘട്ടം സ്ഥിരീകരിച്ചിട്ട് പിന്നെ അത് പുതുക്കത്തില്ല. ഇപ്പോൾ ഇന്ന് തേക്കാട്ടെ ഒരു സഹോദരി വന്നിട്ടുണ്ടായിരുന്നു. അവർ കഴിഞ്ഞ കൊല്ലം എടുത്ത ജനുവരി മാസം എടുത്ത ഉടമ്പടിയാണ്. അത് കഴിഞ്ഞ് എല്ലാ പ്രാർത്ഥനയ്ക്കും അവർ വരുന്നുണ്ട്, പത്രത്തിൻ്റെ കാർഡുണ്ട്, പക്ഷേ ഉടമ്പടി ഒരു പുതുക്കിയിട്ടില്ല. ആ സാധനം റിജക്റ്റ് ചെയ്ത് കളയും. ഉടമ്പടി പുതുക്കണം. നിങ്ങൾ വരികയോ വരാതിരിക്കണോ അല്ല പ്രശ്നം, വന്നാൽ പോരാ, ആ ഉടമ്പടി കൊണ്ടുവന്ന് പുതുക്കണം. 4 പുതുക്കൽ കഴിയുമ്പോൾ പിന്നെ ഒരു കാര്യം അവശേഷിച്ചാൽ നീല കാർഡ് തരും. നീല ഉടമ്പടി, പച്ച ഉടമ്പടിയല്ലേ ഇപ്പോൾ തന്നിരിക്കണത്. അപ്പം മാതാവിൻ്റെ നീല ഉടമ്പടി തരും. ആ നീല ഉടമ്പടി കിട്ടിക്കഴിഞ്ഞാൽ 4 പുതുക്കൽ കഴിഞ്ഞാൽ നീല ഉടമ്പടി കിട്ടും. നീല ഉടമ്പടി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് പക്കാ കേസാണ്. അവരെന്ത് പാതിരാത്രിക്കായാലും ആ നീല ഉടമ്പടി അച്ഛനെ കാണിച്ചാൽ അച്ഛന് എന്തെങ്കിലും സമാധാനം പറയാതെ അവരെ വിടത്തില്ല. കാര്യം എന്താണ്? അവർ വിശ്വസ്തതയാണ്. വിശ്വസ്തത എന്ന് പറയുന്നത് ഉടമ്പടിയുടെ മെയിൻ സബ്ജക്റ്റാണ്. വിശ്വാസം അടിസ്ഥാനമാണ്. വിശ്വാസം അത് കഴിഞ്ഞ് ഇപ്പോൾ ആ കാർപ്പൻ്ററിന് കൊടുത്തിരിക്കുന്ന മെസ്സേജ് എന്താണ്? ഉടമ്പടി പുതുക്കിയപ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ കൽപ്പണിക്കാരനാണെങ്കിലും നിങ്ങൾക്ക് കോൺട്രാക്റ്റ് ജോലി തരുമെന്ന് മെസ്സേജ് ഉള്ളതാണത്. അച്ഛന് കിട്ടുന്ന സന്ദേശങ്ങൾ ചാർട്ടിങ് മെസ്സേജിൽ വെക്കുമ്പോൾ അയാൾ കൺകറൻറ്റ് ചെയ്ത് സൂചിക വന്നാൽ ആണത് ഉറപ്പാക്കണത്. അപ്പം അങ്ങനെ കൊടുക്കണതാണ്. പക്ഷേ 3-ാം മാസം കിട്ടിയില്ല,
6-ാം മാസം കിട്ടിയില്ല അല്ലേ, 9-ാം മാസം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില പൊട്ടന്മാർ ഉടമ്പടിയുടെ നേച്ചർ അറിയാൻ പാടില്ലാത്തവർ അത് വെറുതെ തോന്നിയായിരിക്കും, നമുക്ക് എന്നാ ഒരു കൽപ്പണിക്കാരൻ എങ്ങനെ കോൺട്രാക്ടർ ആകണത് ഒക്കെ ചുമ്മാ അച്ഛൻ ചിലപ്പോൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞ് പരിശുദ്ധ വിശ്വാസ കയറി പിടിച്ച് അവനെ കുരുക്കിക്കളയും. പക്ഷേ കർത്താവിൽ വിശ്വസ്തതയാണത്. എബ്രാഹത്തിനോട് നിനക്ക് സന്തതി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായില്ല, 10 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായില്ല, 20 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെയാണ് സാറാക്ക് പറഞ്ഞിട്ട് സാറാ പറഞ്ഞ് ഹാഗറിനെ പ്രാപിക്കുക, മക്കളെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കണ്ടവും കൊണ്ട് തിന്നുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എബ്രാഹാം ചേട്ടത്തിമാരെ കുഴപ്പമുണ്ടാക്കുക ചില സമയത്ത്. ഹാഗർ സാറാ ചേട്ടത്തിയാണ് കുഴപ്പമുണ്ടാക്കിയതേ. മര്യാദക്ക് കർത്താവിൻ്റെ കാലം വരെ ആ കർത്താവിനൊരു സംഭവത്തിൽ ഈ ലാഗ് ചെയ്യുമ്പോൾ ഓർക്കുക, വിശ്വസ്തതയാണ് വിഷയമെന്ന്. നമ്മൾ ഒരു വിഷയം, ഒരു വാഗ്ദാനത്തിൻ്റെ ഉത്തരം ഉടമ്പടി പ്രകാരം എബ്രാഹത്തിന് താമസിച്ചു. 25 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് സാറാ ഗർഭിണിയായത്. അപ്പോൾ അവർക്ക് 100 വയസ്സുണ്ട്. അവർക്ക് ഉടമ്പടി കൊടുക്കണ കാലത്ത് വാഗ്ദാനം കൊടുക്കുമ്പോൾ സാറാക്ക് 75 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇസഹാക്ക് ജനിക്കണ കാലത്ത് ഇസഹാക്കിനെ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് അവർക്ക് 100 വയസ്സുണ്ട്. അപ്പോൾ ദൈവം എന്താ ഉദ്ദേശിക്കണത്? ദൈവം കൊടുത്ത വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? ആ വിശ്വസിക്കുന്ന വ്യക്തി ആ വിശ്വാസത്തെ സ്ഥിരമായി നിൽക്കുമ്പോഴാണ് കള്ള് ഇരിക്കുമ്പോഴെന്ത് പറ്റും? ഭിന്നാവിരിയായി മാറുന്നത് അല്ലേ? ചിലപ്പോൾ ചാരായമായി മാറും, വീര്യം കൂടും. വിശ്വാസം ഇരിക്കുമ്പോൾ വീര്യം കൂടും. ആ വീര്യം കൂടിയ വിശ്വാസത്തിൻ്റെ പേരാണ് വിശ്വസ്തത. വീര്യം കൂടിയ വിശ്വാസം സാധാരണ അഴകുഴപ്പ വിശ്വാസമല്ല, വീര്യം കൂടിയ വിശ്വാസമാണോ നിൻ്റെ കയ്യിലുള്ളതെന്നറിയാൻ വേണ്ടിയാണ് ദൈവം ചില കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യണത്. അപ്പോൾ ഉടമ്പടി 1-ാം കൊല്ലം കഴിഞ്ഞപ്പോൾ 16 ലക്ഷത്തിൻ്റെ ഒരു പ്രോജക്റ്റ് ആ മനുഷ്യന് കിട്ടുകയാണ്. അത് സുന്ദരമായ മനുഷ്യൻ ചെയ്തു എന്നുള്ളതാണ്. എത്രയോ പേര് ചെയ്യുന്നു, എന്തുമാത്രം നഷ്ടം വരുന്നു. ഈ കെട്ടിട പണിക്കാർ, കോൺട്രാക്ടർമാർക്കെല്ലാം നഷ്ടമാണ്. എനിക്ക് അതായത് പലരും ഈ ഉടമ്പടി ചെയ്യാൻ വരുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പറയണത്, എൻ്റെ കോൺട്രാക്ടറാണ്, പക്ഷേ കണ്ടവൻ്റെ കയ്യിലാണ് കാശെന്ന്. കാര്യം എല്ലാവരും കെട്ടിടം പണിയിക്കുന്നുണ്ട്, വലിയ ആഘോഷമായിട്ടൊക്കെ പണിയിക്കും. പക്ഷേ താക്കോല് നമ്മൾ കൊടുക്കുമ്പോൾ മിക്കവാറും ഒരു 20 ലക്ഷം രൂപ യവൻ നമുക്ക് തരാനുണ്ടാവും, അതിൽ 10 ലക്ഷം തരാനുണ്ടാവും. അങ്ങനെ നഷ്ടം വരണത്. നമ്മൾ ബ്ലേഡിന് കാശെടുത്ത് പണിത് കൊടുക്കും, പലിശ നമ്മൾ കൊടുക്കേണ്ടി വരും, കാശ് അവൻ്റെ കയ്യിരിക്കും. പക്ഷേ ഇത് ആ പാവപ്പെട്ടൊരു ന്യായ പൈസ ഇല്ലാതെ ആ കാശ് കിട്ടുകയും ചെയ്ത് അത് അവന് ഉപകരിക്കുകയും ചെയ്യാം. ദൈവം തരുമ്പോൾ ദൈവം അത് കൃത്യമായിട്ട് വാങ്ങിച്ചു തന്ന് നിൻ്റെ സമ്പൽ സമൃദ്ധി ദൈവത്തിൻ്റെ ഒരു വിഷയമാണ്. നിൻ്റെ സമ്പൽ സമൃദ്ധിയെ ദൈവത്തിൻ്റെ ഒരു വിഷയമാണ്. നീ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയണില്ലേ, കർത്താവിൻ്റെ വചനങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ കർത്താവ് പറയും, ഇതുങ്ങളെ ഇങ്ങനെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ വഴി വെച്ച് താഴ്ന്നു വീണാൽ എന്ത് ചെയ്യും? ഭയങ്കര ബൈബിളിലെ ഏറ്റവും ഹൃദയസ്പർശിയ ഒരു വാക്കാണ്. കർത്താവിൻ്റെ വചനം കേട്ട് കഴിയുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയും, ഞാൻ ഇതുങ്ങളെ വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ ഇതുങ്ങൾ വഴിയിൽ തളർന്നു വീഴും. അയ്യോ, അത് ഈശോ മാത്രം പറയുന്ന, അതാണ് ഈശോൻ്റെ മനസ്സ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 3-ാം വാക്യമാണ്, ഞാൻ അവരെ ഒന്ന് പറഞ്ഞ് വെറും കൈയോടെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു വീഴും. എൻ്റെ ദൈവപൈതലേ, നീ ഞാനും ജീവിത വഴി തളർന്നു വീഴാൻ നിന്റെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. കൈ അടിച്ച് കർത്താണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഉടമ്പടി കാലത്ത് ഇതുപോലെ വിശ്വസ്തത ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾക്ക് അനുഗ്രഹം താമസിക്കുകയാണെങ്കിൽ മക്കളൊരു പണി ചെയ്യണം. അതൊരു കൊയ്ത്ത് കാലമാണ്. അതായത് ഈ വിശ്വസ്തതയായാലും നീ വിശ്വാസമായാലും നീ ആർജിക്കുന്നത് ദൈവം സമ്പത്തായിട്ടാണ് കരുതണത്. മനസ്സിലായില്ലേ? നിൻ്റെ വിശ്വസ്തത ദൈവം കരുതുന്നത് സമ്പത്തായിട്ടാണ്. ഇപ്പം ത്യാഗം അനുഭവിച്ചുകൊണ്ട് ഒരു കർത്താവിൻ്റെ വാഗ്ദാനത്തിന് വേണ്ടി പാലിച്ച് വിശ്വസ്തയോടെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അതെന്താണ്? സമ്പത്താണ്.
അത് ദൈവ തിരുസന്നിധിയിൽ സമ്പത്തായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ ലൂക്കായുടെ സുവിശേഷം 12:21 ഒരു മനോഹരമായ വചനമുണ്ട്. എന്താ പറയണത്? ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവൻ്റെ സ്ഥിതി. അപ്പോഴവിടെ എന്താ ഒരു വിഷയം? ദൈവ തിരുസന്നിധി സമ്പന്നത എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. ഈ വിശ്വസ്തതയുടെ കാലം എന്ന് പറയുന്നത് എന്താണ്? എബ്രാഹിം എങ്ങനെയാണ് സമ്പന്നനായത്? ക്യാഷ് കൈൻഡായിട്ട് നമുക്ക് സമ്പന്നനാകാം. അത് മനുഷ്യൻ്റെ മുമ്പിലുള്ള സമ്പത്താണ്. മനുഷ്യൻ്റെ മുമ്പിലുള്ള സമ്പത്തുണ്ടാകാം, അതുപോലെ ദൈവത്തിൻ്റെ തിരുസന്നിധി സമ്പത്തുണ്ടാകാം. ദൈവത്തിൻ്റെ തിരുസന്നിധി സമ്പത്തെന്ന് പറയുന്നത് വിശ്വാസവും പ്രത്യാശ, സ്നേഹം, വിശ്വസ്തതയാണ്. ആ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഒരു കാലം, അതെങ്ങനെയാണ് നമ്മൾ സമ്പത്താക്കി മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പരാതി വരത്തില്ല. വിശ്വസ്തത കാണിക്കുകയും ചെയ്യും. പ്രയാസ കാര്യങ്ങളിൽ പരാതി പറയത്തില്ല. ഇപ്പം ഈ പ്രയാസം ഉണ്ടാകുകയും ഈ പ്രയാസം ഇപ്പോൾ ഒരു ബക്കറ്റ് പാല്, അതിൽ ഒരു തുള്ളി വിഷമിട്ട് കഴിയുമ്പോൾ ആ പാല് മൊത്തം കുടിക്കാൻ പറ്റത്തില്ല പിന്നെ, ഇല്ലേ? അതുപോലെ നീ വിശ്വസ്തതയായിട്ട് പോകുകയും അതിനിടക്ക് ദൈവം പരാതി പറഞ്ഞ് എന്താ പരാതി? ഇപ്പോൾ ഒരു സാക്ഷ്യം കേട്ടില്ലേ? ഇടി കൃപാസനത്തിൽ പോണ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടല്ലോ, നിനക്ക് മാത്രം എന്താ ഒന്നും പറയാനില്ലാത്തതെന്ന് ചോദിച്ചില്ലേ? അത് ദൈവദിനസിന് പരാതിയാണ് സാധനം. അമ്മയാണ് പറഞ്ഞെങ്കിലും കുഴപ്പമില്ല, ഉടമ്പടി ചെയ്തവർ പറയരുത്. ഉടമ്പടിയുടെ ബന്ധത്തിൽ വരാത്തവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഉടമ്പടി ചെയ്തവർ മിണ്ടരുത്. ഉടമ്പടി ചെയ്ത ആൾക്കാർ മിണ്ടിയിട്ടില്ല. ഉടമ്പടി ചെയ്തവർ പിന്നെയും ദൈവ തിരുസന്നിധി ജനങ്ങൾ പൊരിഞ്ഞ് വിശന്നപ്പോൾ ജനങ്ങൾ മോസസിനെ കൊല്ലാൻ പോയി. അപ്പോൾ ഉടമ്പടി പ്രകാരം ജനങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, ദൈവത്തിൻ്റെ അടുത്ത് മോസസ് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ മോസസിന് മനസ്സിലായി ജനത്തിനും ഒപ്പിക്കണം, ദൈവത്തെ ഒപ്പിക്കണം. ഭയങ്കരമായ ഒരു ചക്ക് അച്ചാണി പോലെയുള്ളൊരു ജീവിതമാണ് മോസസിൻ്റെത്. ഇതുകൊണ്ട് എന്താ മെച്ചം എന്ന് തൻ്റെ ഉള്ളിൽ ചോദിക്കുമ്പോൾ മോസസിനോട് ആത്മാവ് പറയും, കർത്താവിൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരുണ്ടെന്ന് പറയും. അതാണ് നിനക്ക് വിശ്വസ്തത പാലിക്കുമ്പോൾ, വിശ്വാസം പ്രാപിക്കുമ്പോൾ നിനക്ക് ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ദ്രവ്യ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനേക്കാളുപരി ജീവൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരുണ്ടെന്ന് പറയും. അപ്പോൾ ആ പേര് മോസസ് കർത്താവിന് പറയും, കർത്താവേ, ഈ കാലങ്ങളിൽ ജനങ്ങളുടെ തൊഴിലും ചവിട്ടും തോന്നിവാസമൊക്കെ വാങ്ങിച്ചു, നീ എന്നെ കുറേ കർക്കശത്തിൽ പിടിച്ചു നിർത്തി. എനിക്ക് ആകെപ്പാടെയുള്ള സ്വത്ത് നിൻ്റെ പുസ്തകത്തിലെ പേരാണ്. ഇപ്പം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. ജനങ്ങൾ പട്ടിണിയാണ്, എൻ്റെ പേര് നീ മായ്ച്ചു കളഞ്ഞു എന്ന് പറയും. എൻ്റെ പേര് നീ മായ്ച്ചു കളഞ്ഞു. അപ്പോഴും ദൈവത്തെ ഒന്നും പറഞ്ഞില്ല മോസസ്, ദൈവത്തെ ഒന്നും പറഞ്ഞില്ല. അപ്പോഴും സ്വയം വീണ്ടും ത്യാഗം അനുഭവിക്കാൻ വേണ്ടി അത്രയും നാൾ എന്തെങ്കിലും നേടിയെങ്കിൽ നേടിയത് കർത്താവിൻ്റെ പുസ്തകത്തിലെ തൻ്റെ പേര് മാത്രമാണ്. അപ്പോഴും ദൈവത്തെ, നീ എന്താണ് എന്നോട് അങ്ങനെ പറഞ്ഞത്? നീ എന്തിനാണ് ജനങ്ങളെ മരുഭൂമിയിലിട്ട് വരിച്ചത്? നീ വിളിച്ചരുത്തിയിട്ടല്ലേ അവർ ചോദിക്കാൻ കേട്ടല്ലേ? ഈജിപ്തിലെ ഇറച്ചി ചട്ടിയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്, അപ്പത്തെക്കുറിച്ച് സംസാരിക്കുന്നു, സവാളയും ഉള്ളിയെക്കുറിച്ച് സംസാരിക്കുന്നു. അവർ കൊതി കൊണ്ട് അവിടെ കിറിനാറുന്നു, അവരെന്നെ ആക്രമിക്കാൻ വരണം. ഞാൻ എന്നാലും നിന്നെ ഒന്നും പറയത്തില്ല. നീ പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം ചെയ്തതെങ്കിലും എനിക്കിപ്പോൾ പണയം വിൽക്കാനായിട്ട് ഒന്നേ ഉള്ളൂ, നിൻ്റെ ഉള്ളിലുള്ള എൻ്റെ പേര്. അതുകൂടി നീ എടുത്തിട്ട് ജനങ്ങളെ സഹായിക്കാൻ പറയും. അപ്പോഴും മോസസ് ദൈവത്തെ ഒന്നും പറയത്തില്ല. ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കുറേ വിശ്വസ്തതയുടെ പോയിട്ട് പിന്നെ എന്തെങ്കിലും നമ്മൾ അതാണ് അമ്മ ഒരിക്കലും ഒന്നും പറയത്തില്ലല്ല, ഈശോ ഒരിക്കലും ഒന്നും പറയത്തില്ലല്ല. ഉടമ്പടിക്കാരും മിണ്ടത്തില്ല, ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ. ഏത് ചാണാക്കുഴി പ്രസവിച്ച് കിടക്കേണ്ടി വന്നാലും ഓരോ വീടും മുട്ടി നിറവയറുമായിട്ട് മുട്ടിയിട്ട് മുഖത്തടിക്കുന്ന പോലെ വാതിലടച്ചാലും അമ്മ ഒന്നും മിണ്ടത്തില്ല. അപ്പാ നീ പറഞ്ഞിട്ടാണല്ലോ ഞാൻ നിൻ്റെ മകനെയാണല്ലോ ഗർഭം ധരിച്ചത്, എവിടെയെങ്കിലും ഒരു ചാർത്തങ്ങും കിട്ടിയാൽ മതിയായിരുന്നു, നടുവനങ്ങണില്ലല്ലോ അപ്പ എന്ന് അമ്മ പറഞ്ഞില്ല. ഹൃദയത്തിൽ സംഗ്രഹിച്ചു.
ഉടമ്പടിയുടെ കാലം വളരെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിൻ്റെ വിശ്വാസം ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ദൈവത്തിന് വിശ്വാസം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ കുഴപ്പമെന്നറിയാമോ? ദൈവം നല്ല മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വരണത് വിശ്വസ്തത പരിശോധിച്ചിട്ടാണ്. അപ്പോഴാണ് പറഞ്ഞത് ചാണാക്കുഴി പ്രസവിച്ച് കിടക്കാൻ പറഞ്ഞ് അവിടെ കിടന്ന്. അപ്പോഴും അമ്മ ഹൃദയത്തിൽ അട്ടടയന്മാർ വരുമ്പോൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നാണ് പറയണത്. മറ്റതറിയാൻ വേണ്ടി നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ആരുമില്ല. ഒരു പരിചയമില്ലാത്ത കുറേ അപരിചിത മനുഷ്യർ പ്രാകൃതർ വന്നിട്ട് നൊക്കി നെച്ചും പോയപ്പോൾ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന പ്രാകൃത അനുഭവങ്ങളാണ്. ബന്ധുക്കൾ അനുഭവങ്ങളെക്കാൾ നമുക്ക് സ്വന്തമായി വന്നാലും അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ. ആ അമ്മയുടെ പേരിലും മധ്യസ്ഥത്തിലുമാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ പരീക്ഷിക്കുമ്പോൾ അമ്മയെപ്പോലെ ലൂക്ക 1:19 അനുസരിച്ചുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഐസയാ 53:7 അനുസരിച്ച് ഈശോനെ പോലെ സകലദാസനായി കൊല്ലാം കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അറവശാലയിലേക്കാണ് പോകുന്നതെന്ന് അന്തരംഗം പറഞ്ഞാലും ദൈവ തിരുസന്നിധിയിൽ ബലിക്കുഞ്ഞാടിനെ പോലെ മൗനമായിരിക്കുവാൻ എന്നെ അഭ്യസിക്കണമേ. എൻ്റെ വിശ്വസ്തതയെ നീ പരീക്ഷിക്കുന്ന സമയത്ത് ഞാൻ വിജയിച്ചവനായി കാണപ്പെടുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. നിങ്ങൾ ജോലിക്ക് വേണ്ടിയും വീടിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുമാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ബാക്കിയെല്ലാം ദൈവം ചേർത്ത് നൽകും. ഉടമ്പടി എന്ന് പറയണത് ദൈവത്തിൻ്റെ ഒരു മഹാ ഉടമ്പടിയുണ്ട്. അതിൻ്റെ പ്രോമിസ് എല്ലാം സാക്ഷാത്കരിക്കപ്പെടും. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. നിത്യത വരെയാണ് ഇതിൻ്റെ ഗുണം ചെയ്യാൻ പോണത്. ഒരു പക്ഷേ ഇതിനൊക്കെ വലിയൊരു പ്രാർത്ഥന ഇനി നമുക്ക് കിട്ടാനില്ല. അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പേരിൽ നൽകിയ സ്വയംദാനമാണിത്. ശരിക്കും അതറിഞ്ഞ് വേണം എൻ്റെ മക്കൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാനും ഉടമ്പടി പ്രാർത്ഥന ചെല്ലാനും. ചില അച്ഛന്മാരൊക്കെ ചോദിക്കും എന്നോട്, എന്തിനാ നീലത്തിരി, കളർ വ്യത്യാസം എന്തിനാ പച്ചത്തിരി എന്നൊക്കെ. ഒരു തിരി പോരെ? ഞാൻ പറഞ്ഞല്ല, അത് ഉടമ്പടി തിരിയാ. നീലത്തിരി എന്ന് പറയുന്നത് വാഗ്ദാന പേടകം മൂടിയിരുന്നത് മോസസിനോട് ദൈവം പറഞ്ഞു കൊടുത്ത കളറാണ്. എന്താണ്? നീല ലിനം കൊണ്ട് നീ വാഗ്ദാന പേടകം മൂടണം. പുതിയ നിയമത്തിലെ പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിൽ 10 കൽപ്പനക വചനത്തിലിരിക്കുമ്പോൾ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം അമ്മയാണ്. അമ്മയുടെ ഉദരത്തിൽ വചനം ഇരിക്കണ മാംസമായാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് നീല മേലങ്കിയിട്ടിരിക്കണത്. അമ്മ വാഗ്ദാന പേടകമായതുകൊണ്ടാണ് ദാവീദിൻ്റെ കോട്ടയെ സ്വർണ്ണാരമേ വാഗ്ദാന പേടകമേ. പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിൽ വചനം കൽപ്പലകയായിട്ടിരിക്കുമ്പോൾ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിൽ കന്യഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്ന വാഗ്ദാന പേടകത്തിൽ ദൈവം നമ്മോട് കൂടെ അർത്ഥമുണ്ട്. ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുമ്പോൾ അമ്മ വാഗ്ദാന പേടകമാകുമ്പോൾ ആ വാഗ്ദാന പേടകത്തിൻ്റെ നിറവെന്താണ്? നീല. അതാണ് അമ്മയ്ക്ക് നീല മേലെങ്കിൽ അമ്മയ്ക്ക് ചാർത്തി കൊടുക്കുന്ന കാര്യം അമ്മ വാഗ്ദാന പേടകമായതുകൊണ്ടാണ്. പിന്നെ എന്താണ് തിരി പച്ചയെന്ന് പറയുന്നത്? എന്താ കാര്യം? പച്ചയെന്ന് പറയുമ്പോൾ നോഹയുടെ കാലത്ത് എല്ലാ സമ്പൽ സമൃദ്ധിയും നശിച്ച് പ്രളയം കയറി മുടിഞ്ഞ് ചീഞ്ഞു പോയൊരു കാലമുണ്ട്. നോഹ വിശ്വസ്തനായ ദൈവത്തിന് നിന്ന കാരണം നോഹയ്ക്ക് ഉടമ്പടി പ്രകാരം കൊടുത്ത വാഗ്ദാനമാണ് ഐ വിൽ ഗിവ് എ ഗ്രീനറി എർത്ത്. പച്ച പുതച്ചൊരു ഭൂമി ഞാൻ നിനക്ക് വാഗ്ദാനമായി തരും. നിൻ്റെ സമ്പൽ സമൃദ്ധി നിനക്ക് ഉണ്ടാക്കും. നിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെ ഞാൻ അഭിവൃദ്ധിപ്പെടുത്തും. ഐ വിൽ ഗിവ് എ ഗ്രീനറി എർത്ത്. 6:9 ഉൽപ്പത്തി പുസ്തകം. അതാണ് തിരി പച്ച വെച്ചിരിക്കണത്. പച്ച തിരി കത്തിക്കുമ്പോൾ ഓർക്കണം, കർത്താവിൻ്റെ വാഗ്ദാനത്തിന് നിറമാണ് പച്ച ചെയ്ത് കൈ അടിച്ച് കർത്താവ് ദിവ്യകാരണത്തിന് അപ്പം എൻ്റെ മക്കൾ ഉടമ്പടി ഉപ്പ്, ഉടമ്പടി കാശ് രൂപ, ഉടമ്പടി തിരി, ഉടമ്പടി തൈലം, ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ആദ്യം ഹാൻഡ് ബുക്ക് വായിച്ച് നോക്കണം. കാര്യം കർത്താവിൻ്റെ വചനത്തിൽ ഇല്ലാത്ത ഒന്നും ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇത് ഒരു 72 മണിക്കൂറിനുള്ളിൽ കർത്താവ് നൽകിയ വെളിപാടനുസരിച്ചാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ആരോടും ചോദിക്കാതെ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിച്ച് എഴുതിയതാണ്. അമ്മയോട് ഉടമ്പടി ചെയ്യാൻ, അമ്മ വഴി ഉടമ്പടി ചെയ്യാൻ ആദ്യം ആവശ്യപ്പെട്ടതിന് ശേഷം പിന്നീട് വന്ന സന്ദേശങ്ങളാണിതെല്ലാം. അതനുസരിച്ചാണ് അച്ചുട്ട പോലെ ചെയ്ത്, അല്പം പോലും തെറ്റത്തില്ല അത്. അപ്പം എൻ്റെ മക്കളെ ചെയ്യുമ്പോൾ ഈ വിശ്വസ്തത എന്ന് പറയണത് ടെസ്റ്റിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണ്. കാരണം ടെസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷണം. എല്ലാ വിഷയങ്ങൾക്കും അല്ല, ചില വിഷയങ്ങൾക്ക് പരീക്ഷണമുണ്ട്.
കാര്യം അത് വിശ്വസ്തത ടെസ്റ്റ് ചെയ്യണതാണ്. ഇപ്പം ചില വിഷയം, ഇപ്പം പരീക്ഷയുടെ കാലത്ത് എന്താ ചെയ്യേണ്ടത്? കർത്താവ് എന്താ ചെയ്തത്? പരീക്ഷയുടെ സമയത്ത് പ്രാർത്ഥിച്ചു. മരുഭൂമിയിലായാലും ഗെത്സേമിനായാലും ഈശോ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പം നിൻ്റെ പ്രാർത്ഥന ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പരീക്ഷ വെച്ചിരിക്കുന്നത്, അല്ല നിന്നെ വിഷമിപ്പിക്കാനല്ല. പരീക്ഷ ഒരു കാര്യം, ചില കാര്യങ്ങൾ താമസിക്കുമ്പോൾ അത് പരീക്ഷയാണ്. ചില കാര്യങ്ങൾ താമസിക്കുമ്പോൾ അത് പരീക്ഷയാണ്. പരീക്ഷയുടെ ഉദ്ദേശം എന്താണ്? എബ്രഹാത്തിനെ ദൈവം 25 കൊല്ലം പരീക്ഷിച്ചില്ലേ? പുറപ്പാട് ജനതയെ 40 കൊല്ലം പരീക്ഷിച്ചു. കർത്താവിനെ 40 ദിവസം പരീക്ഷിച്ചു. അപ്പോൾ ഇതിനെല്ലാം പരീക്ഷ ഉള്ളതാണ്. വിശ്വസ്തത ടെസ്റ്റ് ചെയ്യണത് പരീക്ഷയിലൂടെയാണ്. എല്ലാ കാര്യത്തിനുമല്ല. 6 കാര്യത്തിനും പരീക്ഷ ഒന്നുമില്ല. അതിനകത്ത് ഒരു കാര്യത്തിൽ ചിലപ്പോൾ പരീക്ഷ ഉണ്ടാകും. പരീക്ഷ വരുമ്പോൾ എന്താ? എൻ്റെ വിശ്വാസത്തിൻ്റെ ലെവലേക്ക് മാറി, എൻ്റെ പരീക്ഷ, എൻ്റെ SSLC മാറി ഞാൻ +2 കയറിയിരിക്കണമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ പരീക്ഷ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ കടക്കാർ ചിലപ്പോൾ വെടിവെച്ച് പോലും എന്നൊക്കെ പറയും. നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? കൊന്തയെടുത്ത് പ്രാർത്ഥിക്കണം. വില്ലേജ് ഓഫീസർ വന്ന് ജപ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു മരിയൻ തപസ് കൂടി പോയ ഒരു ചേച്ചി ഞാൻ എപ്പോഴും ആ സാക്ഷി ഓർക്കും. അവർ മരിയൻ തപസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴുണ്ട് വില്ലേജ് ഓഫീസർ ജപ്റ്റിന് നോട്ടീസ് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴവർ കാറിക്ക് പോയി നെഞ്ചട്ടടിച്ചിട്ടൊന്നുമില്ല. അവർ ജപമാല എടുത്തത് ഇങ്ങനെ ആട്ടിക്കാണ്. സാർ ഇത് കണ്ടോ, ഇത് ജപമാലയെന്ന് പറയും. സാറിന് മനസ്സിലാകത്തില്ല. ഈ ജപമാല കൊണ്ട് സാറിനെ കൊണ്ട് ഞാൻ തുറപ്പിക്കുമെന്ന് പറയും. അതെന്താ കാര്യം? ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസ്തതയുടെ ദൈവത്തിലാണെന്ന്. ദൈവം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വാസം കൊണ്ടും വിശ്വസ്തത കൊണ്ടും ദൈവത്തെ നമ്മൾ ആസ്തിയാക്കുകയാണ്. കൈ അടിച്ച് കിടത്താണ് ചെയ്യുക. പരീക്ഷയാണല്ലേ? നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ വീട് ജപ്തി വെക്കുന്നത് പരീക്ഷയാണ്. പക്ഷെ നമുക്കൊന്നും പരീക്ഷ ജയിച്ച ആൾക്കാരുടെ നിലപാടുകളാണ് നമ്മുടെ ആസ്തി. ആ വിശ്വസ്തതയുടെ കാലം, ആ സമയത്ത് അയ്യോ കർത്താവ് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ വീട് ജപ്തിയായില്ല എന്ന് പറഞ്ഞാൽ പരാതിയായി. അപ്പോൾ ഉടനെ നീ വിശ്വസ്തയുടെ അനുഗ്രഹം തരാൻ പോവുകയായിരുന്നു. അപ്പോൾ നീ വീണ്ടും പഴയ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ചെയ്യരുത്. നമുക്ക് മുമ്പോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ടെസ്റ്റ് കഴിയുമ്പോൾ, ഓരോ ടെസ്റ്റ് കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? ഇപ്പോൾ വണ്ടിയുടെ ടെസ്റ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കേ. വണ്ടിയുടെ ടെസ്റ്റ് കഴിയുമ്പോൾ ആ ടെസ്റ്റ് കാലത്തൊക്കെ നമുക്ക് ഭയങ്കര കാശ് മുടക്കാം. വരുമാനമില്ല. വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് പെയിൻ്റ് അടിക്കണം, മെക്കാനിക്കൽ വർക്ക് ചെയ്യണം. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഓട്ടമില്ലാത്ത കാരണം കാശിങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ പലപ്പോഴും ടെസ്റ്റ് കാലത്ത് വരുമാനം ഉണ്ടാകില്ല, കുറവായിരിക്കും. പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടില്ലെന്ന് വരും. പ്രാർത്ഥന വരുമാനം ഉണ്ടാകത്തില്ല. ടെസ്റ്റ് കാലമാണ്. ടെസ്റ്റ് കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ നിൽക്കുന്ന കാലം ടെസ്റ്റ് കാലമാണ്, പരീക്ഷണ കാലമാണ്. അപ്പോൾ ടെസ്റ്റിൻ്റെ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ചിലവ് വരത്തുള്ളൂ, വരവുണ്ടാകത്തില്ല. ചിലവ് വരും. അപ്പോൾ ചിലവ് വരുമ്പോൾ അറിയണം ടെസ്റ്റാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുമ്പോൾ അറിയാൻ ടെസ്റ്റാണ്. ടെസ്റ്റ് വിജയപൂർവ്വം നിങ്ങൾ തരണം ചെയ്യണം. ടെസ്റ്റ് തരണം ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റും. ഇപ്പോൾ വണ്ടിയുടെ ടെസ്റ്റാണെങ്കിൽ എന്താ ചെയ്യണത്? ലൈസൻസ് പുതുക്കും. ലൈസൻസ് പുതുക്കിയ ഇൻഷുറൻസ് പുതുക്കും. അതന്നെ ഇതിൻ്റെ വരണത്. ദൈവമകൻ ദൈവമകളെന്ന് ലൈസൻസ് പുതുക്കും. ടെസ്റ്റിലൂടെ പുതുക്കത്തുള്ളൂ. ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ ദൈവമകൾ ദൈവമകൻ എന്നുള്ള നിൻ്റെ ഇൻഷുറൻസ്, നിൻ്റെ പദവി പുതുക്കി തരും. ലൈസൻസ് ആയപ്പോൾ. ലൈസൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഗുണം? ഇൻഷുറൻസ് ചെയ്യാം. അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലെങ്കിൽ ഇൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. സംരക്ഷണം. ദൈവം പണ്ടേ ഇൻഷുറൻസ് ഉള്ള ആളാണ്, ഇൻഷുറൻസ് തരുന്ന ആളാണ്. ജോബിന് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം തിരിച്ചു കൊടുത്തു. ജോബിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ജോബിന് മുമ്പ് നേരത്തെ സുരക്ഷിതം ഉണ്ടായിരുന്നു. സാത്താൻ പോലും അത് അംഗീകരിച്ചതാണ്. ജോബിൻ്റെ സമ്പത്തിന് ചുറ്റും വെയിൽ കെട്ടിയിരിക്കണമെന്ന് പറഞ്ഞില്ലേ? അതാ ഇൻഷുറൻസ്. ജോബിൻ്റെ പുസ്തകം 1:10 എന്താണ്? ജോബിൻ്റെ ഇൻഷുറൻസാണ്. നിൻ്റെ സമ്പത്ത് ചുറ്റും ദൈവം വെയിൽ കെട്ടി വെച്ചിരിക്കുകയാണെന്ന്. ആ വെയിൽ ദൈവം പൊളിച്ച് കളഞ്ഞ് ടെസ്റ്റിൻ്റെ ഇതിലിട്ട് കൊടുത്ത് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചെല്ലാം കൊടുത്തു. അപ്പോൾ ഏതെങ്കിലും ടെസ്റ്റ് കഴിയുമ്പോൾ മുമ്പത്തേക്കാൾ ഇരട്ടിയായിട്ടാണ് തിരിച്ചു തരണത്. അപ്പം അതിങ്ങനെ ഉടമ്പടിയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് ലാഗ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയ്ക്കുള്ള സമ്മർദ്ദമാണ്. പ്രാർത്ഥിച്ച് വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുവഴി നിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെ ദൈവം അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നു. ആത്മീയ സാഹചര്യങ്ങളെ അഭിഷേകം ചെയ്യാൻ പോകുന്നു. കൈ അടിച്ചു കർത്താണ് ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ചില കാര്യങ്ങള് താമസിച്ചുകൊണ്ട് അങ്ങനെ പരീക്ഷിക്കുമ്പോൾ പരീക്ഷയിൽ ഉൾപ്പെട്ട അങ്ങയെപ്പോലെ ഇരട്ടി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ശക്തി പ്രാപിക്കാൻ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടിക്കാലത്ത് നിങ്ങൾ ദൈവദർശനതയിൽ നല്ല ഹോൾഡുള്ളവരായിട്ട് വളരണം. ഈ ടെസ്റ്റിൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ പരീക്ഷയെ അതിജീവിച്ച ആളാണ് ഇന്നത്തെ തിരുനാൾ ആഘോഷിക്കുന്നത്. ആരാണ്? അതാണ് ഞാൻ റെഡ് ഇട്ടിരിക്കണത്. ഇപ്പോൾ ആളെന്നെ ഓർത്തിട്ടാണ് ഞാൻ റെഡ് ഇട്ടിരിക്കണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, ഞാൻ സെബസ്ത്യാനോസിൻ്റെ ഒരു ഭക്തനാണ്. അപ്പോൾ അത് ഓരോ വിശുദ്ധന്മാർക്കും ദൈവം ചില പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കൂടുതൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ വിശുദ്ധന്മാരുടെ ജീവിതം പരിശുദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് ഞാൻ ഓർക്കുകയെ, നമ്മൾ ബുദ്ധിപരമായിട്ട് ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിലേ സെബസ്ത്യാനോസിനേക്കാൾ വലിയ വിശുദ്ധന്മാരായി മാറാൻ പറ്റും. ക്രിസ്തീയ ജീവിതം ബുദ്ധിപരമായിട്ട് നയിക്കണം. എങ്ങനെ ക്രിസ്തീയ ജീവിതം ബുദ്ധിപരമായിട്ട് നയിക്കണത്? ഇപ്പോൾ സെബസ്ത്യാനോസ് 3 ദിവസമാണ് പീഡാനുഭവം കഴിച്ചത്. ആദ്യം അമ്പ് ചെയ്തു, എന്നിട്ടും മരിച്ചില്ല, എടുത്ത് വെള്ളത്തിൽ കളഞ്ഞു. പിന്നെ കരക്ക് അടിഞ്ഞു കയറി, പിന്നെ ഗതക്കടിച്ചു കൊന്നു. അങ്ങനെ കുറേ പീഡനങ്ങളേറ്റ് അന്തര്യോസം 3 ദിവസമാണ്. അന്തര്യോസിന് മുക്കാരി കെട്ടി 3 ദിവസം അടിച്ച്. പത്രോസ് 3 ദിവസമാണ്. 3 ദിവസമാണ് ഇവരെല്ലാം പീഡാനുഭവിച്ചിരിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്താൽ പൊരിഞ്ഞെരിഞ്ഞ് ഒന്നും മനസ്സ് വെക്കുകയാണെങ്കിൽ ഇവർ 3 ദിവസം കൊണ്ട് നേടിയത് കൃപ നമുക്ക് അതിനേക്കാൾ കൂടുതൽ കൃപ ആർജിക്കാൻ പറ്റും. ഇപ്പം ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ടെസ്റ്റിൻ്റെ സമയം ഭയങ്കര വരുമാനക്കാലമാണ്. ഇപ്പം നീ ഭർത്താവിൻ്റെ മദ്യപാനത്തിന് വേണ്ടി ഉടമ്പടി ഇട്ടിരിക്കണേ. അപ്പോൾ അയാൾ നീ ഉടമ്പടി ഇട്ട കാലത്ത് അയാൾ രാത്രി മാത്രമേ കുടിക്കത്തുള്ളൂ. ഉടമ്പടി കഴിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കുടിക്കാൻ തുടങ്ങി. അപ്പോൾ പൊട്ടിപ്പെണ്ണാണെങ്കിൽ അപ്പോൾ തന്നെ എല്ലാ ചാപ്റ്ററും ക്ലോസ് ചെയ്ത് കളയും. അത് ആധ്യാത്മിക അറിവില്ലാത്ത കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. അത് ഹെവി ടെസ്റ്റ്. അപ്പം തന്നെ ചില കേസാണ്. ഞാനിങ്ങനെ 89 തുടങ്ങി ശുശ്രൂഷയാണ് മക്കളെ. അപ്പോൾ ഓരോ കാര്യം ചില മരുന്ന് കേൾക്കുമ്പോൾ രോഗം മൂർച്ഛിക്കരുത്, എന്നിട്ടാണ് പിന്നെ അടങ്ങണത്. അപ്പോൾ അങ്ങനെ കുറേ 89 തൊട്ട് 21 ലക്ഷം ആൾക്കാർ കൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു നേച്ചറുണ്ട്. അപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഡൗണായി പോകും. ഡൗൺ ആകരുത്. അതൊക്കെ അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണ, കർത്താവേ പരീക്ഷയെ ജയിക്കാൻ ഇടയാക്കണമേ എന്നാണ്. കാരണം ഈശോ പറഞ്ഞു തന്നത് പരീക്ഷയിൽ ഉൾപ്പെടുത്തരുതെന്നാണ്. എന്താ കാര്യം എന്നറിയാമോ? പരീക്ഷ കറക്റ്റ് സമയം വന്നാൽ നമ്മൾ എല്ലാവരും തോറ്റുപോകും. പരീക്ഷ കറക്റ്റ് പരീക്ഷ വന്നാൽ. അതുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞിരിക്കണത്. പക്ഷേ അതേസമയം തന്നെ മിനിമം പരീക്ഷ ഇല്ലാതെ നമുക്ക് വരുമാനം ദൈവകൃപ ഉണ്ടാകത്തുമില്ല. ഈ മിനിമം പരീക്ഷയുടെ സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിയണം. പ്രയറിൽ തന്നെ, പ്രാർത്ഥനയിൽ തന്നെ. ഇപ്പോൾ ഉപവാസ ദിവസം എന്നൊക്കെ പറയുമ്പോൾ എന്താ, നമ്മുടെ ബോഡി ക്ഷീണം വരണ ദിവസമല്ലേ ഉപവാസ ദിവസം. ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഉപവസിക്കല്ലേ. അപ്പോൾ ഉപവസിക്കണ ദിവസം തന്നെ എന്തുകൊണ്ടാണ് അവരുടെ ജോലി ശരിയാകണത്? അത് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണത്. അതാണ് 2 കൊരിന്ത്യൻസ് 12:9-10 വചനമാണ്. അപ്പോൾ എന്തെങ്കിലും അനുഗ്രഹം കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം കൃപയുടെ തിയോളജി, ദൈവശാസ്ത്രം അനുസരിച്ചുള്ള മൂവ്മെൻറ്റ്സാണ് വരണത്. അപ്പം ഞങ്ങൾ ഉപവസിക്കാൻ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ഉപവസിക്കാതെ അളിയൻ വന്നപ്പോൾ ഉപവാസം മറക്കരുത്. സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കും ചില ആൾക്കാർ. അപ്പം തന്നെ വിശ്വസ്തത പോയി, ആ ഉടമ്പടി മൊത്തം ബ്രേക്കായി. നിങ്ങൾ പത്രം മേടിക്കുമായിരിക്കും, ചിലപ്പോൾ ഇവിടെ പൊതുക്കി കിട്ടുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ കയ്യിരിപ്പ് കർത്താവിനറിയാം, നിങ്ങൾ വിശ്വസ്തരല്ലെന്ന്.
നിങ്ങളുടെ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ നിങ്ങൾ ഉപവാസം മറന്ന്. വിരുന്നുകാർ വന്നെങ്കിൽ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്തേക്കണം. പക്ഷേ നിനക്ക് ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ല. എന്താ കാര്യം? നീ ഉപവാസത്തിൽ, ഉടമ്പടി പ്രകാരം ഉപവാസത്തിലാണ്. ആ ഒറ്റ കാര്യം കൊണ്ട് മതി നിൻ്റെ ഉടമ്പടി ബ്രേക്ക് ആകാൻ. കാര്യം എന്താണ് നീ ചെയ്യണത്? ദൈവത്തോടാണ് നീ ഉടമ്പടി ചെയ്യുന്നത്. അയൽക്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്ന പരിപാടിയല്ലേ. അയൽക്കൂട്ടത്തിൽ ലോൺ എടുക്കുന്ന പരിപാടിയല്ല. കുമ്മാതിരെ കാണുമ്പോഴും നാത്തുവിനെ കാണുമ്പോഴും നാത്തുവിനെ അടുത്ത ആഴ്ച ആകട്ടെ, നാത്തു ഇങ്ങനെ കന്യാ പിന്നെ വർത്തമാനം പറയുന്ന കേസല്ല. ഇത് അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്കായി പോകും. കാര്യം ദൈവത്തിരുസന്നിധി, ദൈവത്തോട് നീ ചെയ്ത ഉടമ്പടി നീ അത്രേ കാണുന്നുള്ളൂ എന്നതിൻ്റെ അർത്ഥം. ഞാൻ നിന്നെ തൂക്കി നോക്കി, നീ ഭാരം കുറഞ്ഞവനായി കാണപ്പെട്ടു എന്നില്ലേ. മേനത്തേക്കൾ ഉപാർസിൻ. ബൈബിളിൽ പണ്ട് മുതലെയുള്ള പരിപാടിയാണ് തൂക്കി നോക്കലേ. ദൈവം നിന്നെ തൂക്കി നോക്കുമ്പോൾ നീ ഭാരം കുറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഭാരം എന്താ? വിശ്വാസം, വിശ്വസ്തതയൊക്കെയാണ് ഭാരം, ആത്മാവിൻ്റെ ഭാരം. ആത്മാവിൻ്റെ ഭാരം എന്ന് പറയുന്നത് എന്താണ്? ഗലാത്യർ 6:18 കർത്താവിൻ്റെ കൃപ നിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്നല്ലേ. ആ കൃപയെ ആർജിക്കുന്നതനുസരിച്ച് ആത്മാവിന് ഭാരമുണ്ടാകും. അത് ഞാൻ നിന്നെ തൂക്കി നോക്കി. ദാനിയേൽ 5-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ എന്താ പറയുക? 12:5 ഞാൻ നിന്നെ തൂക്കി നോക്കി, നീ ഭാരം കുറഞ്ഞതായിട്ട് കാണപ്പെട്ടു. കാര്യം എന്താണ്? അളിയനെ കണ്ടപ്പോൾ ഉപവാസം മറന്നതാണ് പ്രശ്നം. ഒറ്റ ചെറിയ കാര്യം മതി. അപ്പോൾ പോഴം കളിക്ക് നിൽക്കണ കൊണ്ടാണ് ഇത് നമുക്ക് ബാധ്യതയായി മാറണത്. അതുകൊണ്ട് ഇതെടുക്കുമ്പോൾ തന്നെ പറഞ്ഞു, കർത്താവേ അങ്ങയോടാണ് ഞാൻ ഉടമ്പടി ചെയ്യണത്, ഇത് കൃത്യമായി പാലിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം. ബന്ധുണ്ടായിരുന്ന ദിവസങ്ങളൊക്കെ ആൾക്കാർ നടന്നു വന്നിട്ടുണ്ട്. ഇവിടെ ബന്ധമൊക്കെ ഉണ്ടായില്ലേ, ഹർത്താലൊക്കെ ഉണ്ടായില്ലേ, ആൾക്കാർ 30 കിലോമീറ്ററൊക്കെ നടന്നെത്തിയിരിക്കണത്. കാര്യം പ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ വേണ്ടി. അമ്മ മരിച്ച സമയത്ത് അടക്കത്തിന് വന്ന ആൾക്കാർ നെടുമ്പാശ്ശേരി ഇറങ്ങിയിട്ട് യാത്രക്കാരുടെ പവലിൽ പോയി രഹസ്യമായിട്ട് മെഴുകുതിരി കത്തിച്ചിട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയിരിക്കുന്നത്. വിശ്വസ്തതയാണ്. അമ്മ മരിച്ചതല്ലേ, ഇന്ന് ലീവെന്നല്ല, ആധ്യാത്മിക ജീവിതത്തിൽ ലീവില്ല. 6 മണിക്ക് മുമ്പ് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന 6 മണിക്ക് മുമ്പ് തന്നെ പ്രാർത്ഥിച്ചിരിക്കണം. അല്ലാതെ നിങ്ങളിങ്ങനെ ഉടക്കപ്പിശാച്ചാണെന്ന് പറഞ്ഞ് കിടന്നുറങ്ങി 7 മണിക്ക് എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടിയല്ലത്. അത് ഉടമ്പടിയല്ല. അപ്പോൾ അതിന് ബ്രേക്കായി. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം എൻ്റെ മക്കളെ ദൈവത്തോട് ഞാനെന്താ ഇങ്ങനെ പറയണമെന്നറിയാമോ? ദൈവത്തിൻ്റെ ഉടമ്പടിയൊക്കെ നേച്ചർ അറിയാം. നിങ്ങൾ പുഴങ്ങൾ കളിച്ച് വരുമ്പോൾ ഉടനെ കൗണ്ട് ഡൗൺ ആവും, വിശ്വസ്തത പോകും. വിശ്വസ്തത പോയി കഴിഞ്ഞാൽ ഇത് ലാഗ് ചെയ്യും. ലാഗ് ചെയ്യേണ്ട കാര്യമില്ല. അമ്മ ഉടമ്പടി ചെയ്യുന്നത് നമുക്ക് ലാഗ് ചെയ്യാനല്ല. ഉടമ്പടി ഉടനടിയാണ് അനുഭവം വരണതിൻ്റെ. അപ്പോൾ 1-2 അനുഭവം വന്നു കഴിയുമ്പോൾ നിങ്ങൾ വളരെ കറക്റ്റായിട്ട് നിൽക്കണം ആ വിഷയത്തിൽ. കാര്യം അതിനകത്തുള്ളത് വിശ്വസ്തത തന്നെയാണ് ഉള്ളത്. വിശ്വസ്തതയിൽ തന്നെ ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, വിശ്വസ്തതയോടെ ഉടമ്പടി പ്രാർത്ഥിക്കുവാനും പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അപ്പം നമ്മൾ ദൈവത്തിരുസന്നിധി നമുക്ക് ഇപ്പോൾ പത്രം വാങ്ങിച്ച് പത്രം കൊണ്ടുപോയി 10 പത്രം വെച്ച് ഓരോ ദിവസം കൊടുക്കുകയില്ലേ. 100 പത്രം വാങ്ങിക്കുന്നവർ എന്താ ചെയ്യണത്? അവർ പത്രം എല്ലാം ഒരുമിച്ച് കൊടുക്കത്തില്ല. ഓരോ ദിവസം 10 പത്രം കൊണ്ടുപോകും എവിടെയെങ്കിലും പോകുമ്പോൾ. എന്നിട്ട് ബൈ പേഴ്സൺ കൊടുക്കും. അപ്പോൾ ദൈവം അത് കാണുന്നുണ്ട്. അല്ല നിങ്ങൾ കുമ്പസാരക്കൂടിനെ അവിടെ കൊണ്ട് പാത്തിട്ടിട്ട് ഓടിക്കളരുത്. ഇപ്പം ചിലരെ പത്രം, അതുകൊണ്ടാണ് ചില ആൾക്കാർ ഇപ്പോൾ കൗൺസിലിംഗ് വരുമ്പോഴാണ് ഈ പ്രോയും കോന്തരം അടിച്ചു നിൽക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ പത്രം എന്താ ചെയ്തത്, നിങ്ങൾ എന്നാ കുമ്പസാരിച്ചതെന്നൊക്കെ ചോദിക്കും. അതോടെ പിടിമിരിവാകും. പിന്നെ എന്താ കാര്യം? ഇവരെല്ലാം കുഴപ്പത്തരം കാണിച്ചിട്ടാണ് ഇവിടെ കാര്യം കാണാൻ വേണ്ടി കിട്ടുമെടുത്ത് നമ്പരെടുത്ത് ഡേറ്റ് എടുത്ത് വന്നിരിക്കണത്. അപ്പോൾ മെസ്സേജ് എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു പണിയും ചെയ്യരുത്. ആ പത്രം ഏറ്റവും വലിയ സംഭവമാണ്. എന്താണ്? അത് മരിയൻ മിഷനാണ്. അമ്മയുടെ ജോലി എന്തായിരുന്നു? യേശുവിനെ ലോകത്തിന് കൊടുത്ത ആളാണ് അമ്മ. അപ്പോൾ നമ്മൾ ഈ പത്രം കൊടുക്കുന്നത് എന്തിനാണ്? യേശുവിനെ അമ്മയെപ്പോലെ ലോകത്തിന് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 200 വീട്ടുകാരെ ഒരു പള്ളിയിലുണ്ടെങ്കിൽ അവിടെ കൊണ്ട് 2000 പത്രം വെച്ചാൽ എങ്ങനെ ശരിയാകണത്? അവിടെ വെക്കരുത്. നിങ്ങൾ വീട് വീടാന്തരം കൊണ്ടുനടന്ന് കൊടുക്കണം. എന്ത് ജാതിക്കാരായാലും എല്ലാ സൃഷ്ടികളോടുമാണ് നമ്മൾ സുവിശേഷം പ്രസംഗിക്കേണ്ടത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. വിശ്വസ്തതയെക്കുറിച്ചാണ്. വിശ്വസ്തതയാണ് ദൈവതിരുസന്നിധിയിലുള്ള സമ്പന്നത. ഇപ്പം ബെസ്സാനോസൊക്കെ ഇത്രയും വലിയ സമ്പത്തുണ്ടാകാൻ കാര്യം എന്താ? അവരുടെ സഹനം ടെസ്റ്റിൻ്റെ കാലത്ത്, പരീക്ഷണത്തിൻ്റെ കാലത്ത് അത് യേശുനാമത്തിൽ അവരേറ്റെടുത്ത കൊണ്ടാണ്. യേശുനാമത്തിലാണ് കൃപയെല്ലാം നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ കൃപ. ഉപവാസ ദിവസം എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരം ബലഹീനമാക്കുകയാണ്.
അപ്പോൾ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ പറ്റുന്ന ആധ്യാത്മിക സാഹചര്യങ്ങൾ നിലനിന്ന് പോകാൻ വളരെ ബോധപൂർവം ഉടമ്പടി വളരെ ആത്മീയ ശാസ്ത്രമനുസരിച്ച് ദൈവം നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നതാണ്. കാര്യം അത് കൃപ അപ്ലോഡ് ചെയ്യണം എങ്ങനെയാണ്? 2 Corinthians 12:10 അനുസരിച്ച് ഇപ്പോൾ വെളിപ്പെട്ട ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണത്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആർജിക്കാൻ വേണ്ടി ദൈവം ശക്തിയാണെന്ന് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 26:64 മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് ശക്തി, അത്യുന്നതന്റെ ശക്തി. 1 Corinthians 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തുവും ശക്തി. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യണത്. എപ്പോഴാണ് ഈ ശക്തി നമ്മളിലേക്ക് വരണത്? ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. അപ്പം നിന്നെ ബലഹീനമാക്കുന്ന സാഹചര്യം ഉണ്ടാകും. ചിലപ്പോൾ നാട്ടുകാർ നിന്നെ തന്തക്ക് പിടിക്കുന്ന സമയം ഉണ്ടാകും. നീ ഉടമ്പടി ചെയ്തുകൊണ്ടാണ് നീ മിണ്ടാണ്ടിരിക്കണത്. എന്താണ്? അപ്പം നാട്ടുകാരുടെ മുമ്പിലും മക്കളുടെ മുമ്പിലും നീ കൊച്ചായി, നീ ബലഹീനയായി. നീ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി നിന്നിലേക്ക് വരുന്ന സമയമാണ്. തിരിച്ചറിയുക ദൈവവേദന കൈ അടിച്ച് കർത്താണ് സ്വീകരിക്കുക. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മ ഏറ്റു പറഞ്ഞേ. യേശുക്രിസ്തുവിൻ്റെ പീഡാ അനുഭവങ്ങൾ വരുന്ന പോരായ്മ, യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളിൽ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിലെ സംവഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരം യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരം ആരുടെ ശരീരമാകും? ഈശോൻ്റെ ശരീരമാകും. ദൈവപിതാവ് ഈശോൻ്റെ ശരീരത്തിൻ്റെ പരിഗണന നമ്മുടെ ശരീരത്തിൽ തരുമ്പോഴാണ് നമ്മൾക്ക് ഈശോൻ്റെ കൃപ നിറയണത്. അങ്ങനെയാണ് സെബസ്ത്യാനോസൊക്കെ വിശുദ്ധനായത്. 1 കൊളോസിയൻസ് 1:24 എന്താ പറയണത്? യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിൽ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിലെ സംവഹിക്കുന്നു. ശരീരത്തിൽ സംഭവിക്കാം, മനസ്സിൽ സംഭവിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പീഡാനുഭവങ്ങൾ ഇപ്പം നാത്തുവിൻ്റെയൊക്കെ നിന്ന് കിട്ടിയാലും, അയൽവാസിയിൽ നിന്ന് കിട്ടിയാലും, ആങ്ങളുടെയൊക്കെ നിന്ന് കിട്ടിയാലും, ഭർത്താവിൻ്റെയൊക്കെ നിന്ന് കിട്ടിയാലും, ഭാര്യയുടെയൊക്കെ നിന്ന് കിട്ടിയാലും, മനസ്സിനോ ശരീരത്തിന് വരുന്ന പോരായ്മ നമ്മൾ എന്ത് ചെയ്യും? വരുന്ന പീഡനങ്ങൾ എന്ത് ചെയ്യും? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കാം. യേശുക്രിസ്തുവിൻ്റെ ഉടമ്പടിക്കാലത്ത് വിശുദ്ധി സത്യം പ്രാപിക്കണം. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന പീഡാനുഭവങ്ങളെ മാനസികമോ ശാരീരികമോ തെറ്റിദ്ധാരണയോ സംശയമോ അല്ലെങ്കിൽ നമ്മളെ ചവിട്ടിക്കൂട്ടുന്ന രീതിയിലുള്ള നമ്മളെ ഒരു പഴന്തുണിയുടെ വില പോലും നമുക്ക് തരാത്ത രീതിയിലുള്ള കടന്നുകയറ്റങ്ങളും അതിശക്തങ്ങളും കാണിക്കുമ്പോൾ യു ഡോണ്ട് ടോക്ക് അറ്റ് ഓൾ. നീ സംസാരിക്കരുത്. എന്താണ്? നീ ഉടമ്പടി ചെയ്തിരിക്കുന്ന ആളിൻ്റെ ജീവിത മാതൃകയാണ് നമ്മുടെ മാതൃക. അവൾ സംസാരിച്ചില്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താണ്? അത് ശക്തിയുടെ സമയമാണെന്ന്, ദൈവത്തിൻ്റെ കൃപ ചൊരിയുന്ന സമയമാണെന്ന് അവൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ വിവേചനമുണ്ട്. ആ വിവേചനത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഉടമ്പടിക്കാലത്ത് ഇതുപോലെ നമ്മളോർക്ക് ദൈവമേ ഞാൻ ഉടമ്പടി ചെയ്തല്ലോ, ഞാൻ പ്രാർത്ഥിച്ചല്ലോ, ഞാൻ ഉപവസിച്ചല്ലോ, വിശുദ്ധീകരിച്ചല്ലോ, എന്നിട്ട് ഇവിടെ കുരിശാണല്ലോ എന്ന് പറഞ്ഞാൽ നിനക്ക് കുരിശ് തന്നില്ലേ പിന്നെ ആർക്കാണ് കുരിശ് കൊടുക്കേണ്ടതെന്ന് ദൈവം തിരിച്ചു ചോദിച്ചാൽ നീ മിണ്ടാണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവപൈതലെ നീ ഇങ്ങനെയുള്ള പരീക്ഷണ സമയത്ത് നീ മൗനമായിരിക്കണം. കാര്യം കർത്താവ് യുദ്ധം ചെയ്യേണ്ട സമയമാണ്. അതാണ് പുറപ്പാട് 14:14 നിങ്ങൾ മൗനമായിരിക്കുക. കാര്യം എന്താണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവപൈതലെ ഏതെങ്കിലും സമയത്ത്, സഹനത്തിൻ്റെ സമയത്ത്, ഏതെങ്കിലും തെറ്റിദ്ധാരണയോ സംശയത്തിൻ്റെ സമയത്ത് അമ്മയെപ്പോലെ ലൂക്ക 2:19 അനുസരിച്ചുകൊണ്ട് 2:48 അനുസരിച്ചുകൊണ്ട് ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട് ഈശോനെ പോലെ ഐസയ്യാ 53:7 അനുസരിച്ചുകൊണ്ട് കൊല്ലാൻ കൊണ്ടുപോകും കുഞ്ഞാടിനെ പോലെ നീ ആധ്യാത്മികമായ ആഴമുള്ള ഔന്നത്യമുള്ള മൗനം പാലിച്ചാൽ ആ മൗനം പുറപ്പാട് 14:14 അനുസരിച്ചുകൊണ്ട് മോസസ് നിശ്ചയിച്ച പുറപ്പാട് ജനതയ്ക്ക് നിശ്ചയിച്ച യുദ്ധമൗനമാണ്. എന്താണ്? കർത്താവ് യുദ്ധം ചെയ്യാൻ പോകുന്നു, നീ മൗനമായിരുന്നാൽ മതി. ദൈവപൈതലെ ദൈവത്തിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ പേരിൽ നീ കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് മൗനമായിരുന്നു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുന്ന സമയമാണ്. നീ ജയിക്കുന്ന സമയമാണ്. നിൻ്റെ വിജയപേര് മുഴങ്ങുന്ന സമയമാണ്. കൈ അടിച്ച് കർത്താവ് എല്ലാവരും എഴുന്നേൽക്കുക. നേർച്ച വസ്തു എടുത്തോണ്ട് എഴുന്നേക്കണേ. ഇത്രയും വചനം ഈശോ നമുക്ക് അഭിഷേകമായി തന്നപ്പോൾ തന്നെ ഓർക്കുക, നമ്മൾ രക്ഷപ്പെട്ടെന്ന്. കർത്താവ് ഇപ്പോൾ വെളിപ്പെടുത്തിയ വചനങ്ങളില്ലേ,
ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഇപ്പോഴ് അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഉടമ്പടി പ്രകാരമുള്ള നിങ്ങളുടെ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ വരുമാനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ നടക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ടെസ്റ്റ് നടന്ന് പരീക്ഷ ഫലം പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാര്യം അവസാന നിമിഷം വരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടി പ്രകാരം ഒരു ടെസ്റ്റ് നടന്നാൽ റിസൾട്ട് വരണത് വരെ നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യം അവസാന നിമിഷം വരെ റിസൾട്ട് കർത്താവ് ചേഞ്ച് ചെയ്യും. അത് ഒത്തിരി സാക്ഷികൾ നമുക്ക് കേൾക്കുന്നുണ്ട്. ഇനി നമ്മൾ തോറ്റു എന്ന് പറഞ്ഞാലും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കും. ഏത് സമയത്ത് ഈ സംഭവം ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. കാര്യം അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞാനത് പെട്ടെന്ന് പറഞ്ഞല്ല, കുറേ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ് ഇങ്ങനെ പറയണത്. അന്ത്യ നിമിഷം കമ്പ്യൂട്ടറിൽ ഒരാൾ തോറ്റെന്ന് പറയും, എന്നിട്ട് മാർക്കും പറയും. പക്ഷേ പിന്നീട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് നമ്മൾ ബൈപ്പേഴ്സം പോയി നോക്കുമ്പോൾ ചേഞ്ച് ചെയ്തിരിക്കണേ കാണാം. ഒരു സെക്കൻഡ് മതി ഇതൊക്കെ ചേഞ്ച് ചെയ്ത് മാറാൻ. നിങ്ങളവർക്ക് ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന്. അത് ദൈവത്തെക്കുറിച്ച് കാഴ്ചപ്പാട് ഇല്ലാത്തവരൊക്കെ അങ്ങനെ പറയും. പക്ഷെ നമ്മൾ ദൈവത്തെ കണ്ടുകൊണ്ടും 10,000 ദൈവത്തെ കണ്ടുകൊണ്ടാണ് ഓരോ ദിവസവും സാക്ഷ്യം കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾ ഒരിക്കലും നിരാശപ്പെടരുത്. നിങ്ങളിപ്പോൾ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. അച്ഛൻ നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങളെല്ലാം കർത്താവിന് സമർപ്പിച്ച് എല്ലാ അപേക്ഷകളെയും അനുഗ്രഹമാക്കി എല്ലാ സഹനങ്ങളെയും സാക്ഷ്യമാക്കി ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ആവശ്യങ്ങളെപ്പോലും ഇപ്പോഴും നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കാം. സന്തോഷത്തോടെയും പ്രത്യാശയോടെയും സ്തുതിക്കട ഹല്ലേലൂയ. നല്ലവനായ ഈശോ ഒന്നും അസാധ്യമില്ലാത്തവൻ, നല്ലവനായ ഈശോ ഒന്നും അസാധ്യമില്ലാത്തവൻ, ഈശോ അന്തര കാഴ്ച നൽകുവന്, ഈശോ ചികടിന് കേളി നൽകുവന്, ഈശോ ഊമന് സംഭാഷണം നൽകുവന്, ഈശോ മഹോദരോഗ്യം സുഖപ്പെടുത്തുവന്, ഈശോ മരിച്ചവനെ ഉയർപ്പിച്ചവന്, ഈശോ നിൻ്റെ തിരുനാമത്തിന് സ്തോത്രം നിന്ന് കർത്താവേ. നിൻ്റെ വിശുദ്ധ രക്തം ഓരോ ശരീരത്തിൽ ഒഴുക്കണമേ. അസ്ഥിരോഗങ്ങൾ, വാതരോഗങ്ങൾ, ആന്തരിക അവയവ രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, കരട് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, അന്ത്രാസ് രോഗങ്ങൾ കർത്താവേ, പങ്ക്രിയാസിൻ്റെ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, കുടരോഗങ്ങൾ, അൾസർ, അരിസസ്, പിസ്റ്റുല, PCOD കർത്താവേ, മാസപ്പതിവുകൾ, ക്രമം തെറ്റുന്നവർ, ഇല്ലാത്തവർ, യേശു ക്രിസ്തു നാമത്തിൽ നടുവേദന, തലക്കൊണ്ട സ്പോണ്ടിലോസിസ്, തലവേദന, ശിരസ് രോഗങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോട്ടെ. രോഗങ്ങളെ സുഖപ്പെടുത്തിനെ കുറിച്ച് നന്ദി പറയുന്നു കർത്താവേ. രോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ പറ്റി നന്ദി പറയുന്നു. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ, ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, ഉടമ്പടി പ്രകാരമുള്ള സന്താനങ്ങളുടെ പരാധീനതകൾ, പോരായ്മകൾ. ഇപ്പോൾ സന്താനങ്ങൾക്ക് ബുദ്ധിമാന്യമുള്ളവരുണ്ട്, ഓട്ടിസം ഉള്ളവരുണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരുണ്ട്, പിള്ളേർ പഠിക്കാത്തവരുണ്ട്, എപ്പോഴും മൊബൈൽ പ്രേമമായിട്ട് ഇതുകൊണ്ട് കുനിഞ്ഞു കുത്തി ഇരിക്കുന്നവരുണ്ട്, കുടുംബ പ്രാർത്ഥനയ്ക്ക് വരാത്തവരുണ്ട്, ദൈവത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട സന്താനങ്ങളുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, അവരുടെ പരീക്ഷകൾ, അവരുടെ ജോലി, ഇങ്ങനെ പിന്നെ തെറ്റായ ഒത്തിരിയേറെ ദുശ്ശീലങ്ങൾ, ഇങ്ങനെ സന്താനങ്ങളെല്ലാം ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് മക്കളെ മാത്രം, മക്കളില്ലാത്തവർ തൊട്ട് മക്കളുള്ളവരുടെ ഹൃദയഭാരം ഉൾപ്പെടെ കർത്താവിന് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന സമയമാണ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. മക്കളെ പ്രാർത്ഥിക്കുന്നു, മക്കളെ സ്പർശിക്കണമേ കർത്താവ്, മക്കളെ സ്പർശിക്കണമേ കർത്താവ്. കർത്താവ് പലതരത്തിലുള്ള വിഷമതകൾ, മക്കളെക്കുറിച്ചുള്ള വേദനകൾ, മക്കളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, മാതാപിതാക്കന്മാരെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് മക്കളെ വളർത്തി പുണ്യ
പരിപൂർണ്ണമാക്കാൻ മക്കൾക്കുണ്ടാകുന്ന മുഴുവൻ ദുശീലങ്ങളെ, ദുരൂഹങ്ങളെ, മക്കളുടെ പഠന തകർച്ചകളെ, ബുദ്ധി വൈകല്യങ്ങളെ, മനത്തകർച്ചകളെ, എപ്പിലെപ്സി, മക്കളുടെ ഓട്ടിസം, മക്കളുടെ ഹൈപ്പർ ആക്ടിവിറ്റി, മക്കളുടെ അപസ്മാരം, മനോരോഗങ്ങൾ, ഉറക്കമില്ലായ്മ, സംഘർഷങ്ങൾ, മക്കളുടെ ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളെ യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ. കർത്താവായ ദൈവമേ, സന്താനങ്ങളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പാടാം. ഇരുകരത്താൽ താങ്ങി എന്നെ, ഇരുരക്തത്താൽ കഴുകണമേ. ഇരുകരത്താൽ താങ്ങി എന്നെ, ഇരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ായിരിക്കട്ടെ. മക്കളെ ഈ പച്ചം പ്രാർത്ഥിക്കാൻ പോകുന്നത് വരുമാന മാർഗം ഇല്ലാത്തവരെ, ഉള്ള വരുമാനം കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റാത്തവരെ, ജോലി തകർച്ച, പ്രൊമോഷൻ ഇല്ലാത്തവർ, അതുപോലെ ജോലി എടുക്കുന്ന പൈസ കിട്ടാതെ കുടുങ്ങിപ്പോയവർ, ജോലി ഇല്ലാത്തവർ, അതിങ്ങനെ ഓരോ ജോലിയൊക്കെ ചെയ്തിട്ട് വലിയ കടവും ബാധ്യതയുമായി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ വാടക താമസിക്കുന്നവർ, സ്ഥലം നഷ്ടപ്പെട്ടവർ, സ്ഥലം വിൽക്കാനുള്ളവർ, സ്ഥലം വാങ്ങാനുള്ളവർ, വീട് വിൽക്കാനുള്ളവർ, ഇങ്ങനെ എല്ലാവർക്കും ശ്രദ്ധിയുടെ ഹല്ലേലൂയ. കർത്താവ് മിശിഹായേ, ഈശോ 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 സ്പർശിക്കണമേ കർത്താവേ. പലതരത്തിലുള്ള മക്കൾ, വേദനിക്കുന്ന മക്കൾ, വേലയും കൂലിയുമില്ലാത്ത മക്കൾ, വരുമാനമില്ലാത്ത മക്കൾ, ഉള്ള വരുമാനം ജീവിക്കാൻ പറ്റാത്തവർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വരുമാന മാർഗങ്ങൾ, സമ്പൽ സമൃദ്ധികൾ ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരം നിറഞ്ഞ് വസിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ കരങ്ങളടിച്ചുകൊണ്ട് നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വീഴ്ചയുണ്ടായിരിക്കട്ടെ. മക്കളെ, നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് വിദൂര യാത്ര ചെയ്യുന്നവർ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടി ഒരുങ്ങുന്നവർ, പിന്നെ പണം കൊടുത്തിട്ട് കുടുങ്ങിപ്പോയവർ, വേറെ മാർഗമൊന്നുമില്ലാതെ വേദനിക്കുന്നവർ, ഇപ്പോഴേ കർത്താവ് വേറെ ഒരു വിഷയം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആമാശയം തിരിഞ്ഞുപോയി, എന്നിട്ട് വയറ് ബൾജ് ചെയ്തിരിക്കുന്നു. ആമാശയം നേരെ ഉള്ള സ്ഥലത്ത് നിന്ന് ചലനമായിട്ട് മാറിപ്പോയിട്ട് ആമാശയത്തിൻ്റെ പുറകു ഭാഗമാണ് വയറിൽ മുമ്പിലിരിക്കുന്നത്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്വാസകോശങ്ങളെ സമർപ്പിക്കാൻ ഈശോ പറയുന്നു. കടന്നക്കൂട് പോലെയുള്ള ഭാഗങ്ങൾ കാണിക്കുന്നു. ശ്വാസകോശങ്ങൾക്ക് ആന്തരികമായ ദ്രവിപ്പുള്ളവരെ, കഫം തങ്ങി നിൽക്കുന്നവരെ, കഫം മാറാത്തവരെ, എപ്പോഴും ശ്വാസം മുട്ടുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീസസ്. വീണ്ടും മൗനമാകുക. ത്വക്കിലേക്ക്, എല്ലിലേക്ക് മാംസം ഇങ്ങനെ ഊർന്നു പോകുന്ന, എന്നിട്ട് എല്ലിലോട് തൊലി പറ്റിപ്പിടിച്ച് പ്രാകൃത കോലമായി വരുന്നു. ആ വ്യക്തികളെ മാംസം സ്ക്യൂസ് ചെയ്ത് പോയിട്ട് തൊലി എല്ലിനോട് പറ്റിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ, ചിലപ്പോൾ കിടപ്പ് രോഗിയാകാം, ചിലപ്പോൾ ഇവിടെ ഉണ്ടാകാം, എന്തുമായിക്കൊള്ളട്ടെ, കർത്താവ് വ്യക്തിയെ സ്പർശിച്ച് സൗഖ്യത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം ക്ഷയിച്ചവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകമാകട്ടെ. തലവേദനക്കാർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. തലവേദന ഉള്ളവർ ഇപ്പോഴ് തലവേദന ഉള്ള ഭാഗത്ത് നിങ്ങളുടെ വലത് കരം വെച്ചുകൊണ്ടിരിക്കുക. അത് എന്ത് അസുഖമായാലും ശരി, തലവേദനയുമായി ബന്ധപ്പെട്ട തലയുടെ ഉള്ളിലുള്ള കോശങ്ങളെ ദ്രവിക്കുകയോ അല്ലെങ്കിൽ വാൽവുകൾ ഞരമ്പുകൾ ശോഷിക്കുകയോ ഞരമ്പുകൾ ബ്ലോക്കാകുകയോ അതുമായി ബന്ധപ്പെട്ട് ചെവിവേദന അല്ലെങ്കിൽ തലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മുഴുവൻ രോഗങ്ങളുള്ളവരെ, ചെവി വേദന, ചെവി കേൾവിക്കുറവ്, കണ്ണുവേദന, കണ്ണ് കാഴ്ചക്കുറവ്, വയറിൻ്റെ ഉള്ളിലുള്ള വാവിൻ്റെ ഉള്ളിലുള്ള രോഗങ്ങൾ, തൈറോയിഡ്, ടോൺസൈറ്റ്, സ്പോണ്ടിലോസിസ്, ആ രോഗങ്ങളെല്ലാം ആ സ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ശിവശോന്നും അസാധ്യമില്ലാത്തവനെ ഈശോ, ഈശോ എല്ലാ സാധ്യമായവനെ ഈശോ, സ്പർശിക്കുന്ന കർത്താവെ, അസ്ഥിരോഗികളെ, ഞരമ്പുകൾക്ക് ബ്ലോക്കുള്ളവരെ, ഞരമ്പുകളെ ശോഷിക്കുന്നവരെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിങ്ങുന്നവരെ, തൊലി വിങ്ങുന്നവരെ, മാംസം വിങ്ങുന്നവരെ, ബ്രെയിൻ വിങ്ങുന്നവരെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. മക്കളെ, അവസാനമായി ശ്രദ്ധിക്കുക. കൃപാസനത്തിലെ അമ്മ 2004 സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് കാലത്തിൻ്റെ സൂചന നൽകിയത്. ഇപ്പോഴും നമ്മുടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, കൃപാസനത്തിലെ അനുഗ്രഹങ്ങൾ ഒന്ന് ഡേറ്റാണ്, ഒന്ന് ടൈമാണ്. ഡേറ്റും നിർണായകമായ ഡേറ്റും നിർണായകമായ ടൈമും നിങ്ങളിപ്പോൾ മനസ്സിൽ ഓർക്കണം. ഇപ്പോൾ അച്ചാര കല്യാണം നടക്കാനുള്ള ഡേറ്റ്, അതിൻ്റെ ടൈം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം വിൽക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്ഥലം കാണാൻ വേണ്ടി ഒരാൾ ഡേറ്റ് ഇന്ന എത്രാം തീയതി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ഓർക്കണം. ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡേറ്റ് ഓർക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ പ്രഗ്നൻ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ഓർക്കണം. പരീക്ഷകളുടെ ഡേറ്റുകളുണ്ട്, ആ ഡേറ്റ് ഇപ്പോൾ ഓർക്കണം. പരീക്ഷ എഴുതുന്ന സമയമുണ്ട്, ആ സമയം നിങ്ങൾ ഓർക്കണം. എവിടെയെങ്കിലും ജോലിക്ക് യാത്രക്ക് പോകണമെങ്കിൽ അതിൻ്റെ ഡേറ്റ് ഉണ്ട്, അതിൻ്റെ സമയമുണ്ട്, അത് ഓർക്കണം. ആർക്കെങ്കിലും പണം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രാം തീയതി എന്നവർ പറഞ്ഞു കാണും, ആ ഡേറ്റ് ഇപ്പോൾ ഓർക്കണം. നിങ്ങൾ കൊടുക്കാമെങ്കിൽ അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രാം തീയതി കൊടുക്കാമെന്ന് അവരോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ആ ഡേറ്റ് ഓർക്കണം. ആ ഡേറ്റ് ഇപ്പോൾ നിങ്ങൾ ഓർക്കുക. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റുകൾ, ഈ ദിവസങ്ങളിൽ വരാൻ നിർണായകമായ ഡേറ്റുകൾ ഓർക്കുക. അമ്മ തീയതികളുടെ മേൽ സമയത്തിൻ്റെ മേലുള്ള അധികാരി അമ്മയാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സ്തുതിച്ചാൽ മാത്രം മതി. സ്തുതിക്കട്ടെ. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, മക്കൾ ഓർത്തിരിക്കുന്ന ഓരോ ഡേറ്റുകൾ, ഓരോ സമയങ്ങൾ, വാഗ്ദാനത്തെ സമയം, കിട്ടാനുള്ള സമയം, കൊടുക്കാനുള്ള സമയം, പണിയാനുള്ള സമയം, എല്ലാ സമയവും കാലങ്ങളും ദിവസം കർത്താവേ അങ്ങയുടേതാണല്ലോ ഈശോയെ. ആ ഡേറ്റുകളെല്ലാം, ആ തീയതികളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സമയങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മുഹൂർത്തങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, സമയ സന്ദർഭങ്ങൾ അധികാരം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ദൈവമാതാവേ, ഈ മക്കളെ എല്ലാ ഡേറ്റുകളിലേക്കും പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദിവ്യകാരുടെ ശക്തി നിറയ്ക്കണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കരങ്ങൾ വീശിക്കൊണ്ട് കാറ്റായി വീശണമേ, വിശ്വാസത്തോടെ കാറ്റായി വീശണമേ എല്ലാവരും. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. സ്വഭാവന ആശീർവാദമാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ നേർച്ച വസ്തുക്കളോടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാം. ഇവിടെ നേർച്ച വസ്തു വെക്കാത്ത മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുണ്ട്, അവർ അത് ഉയർത്തിപ്പിടിച്ചാൽ മതി കയ്യിലുണ്ടെങ്കിൽ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ,
കർത്താവായ ദൈവമേ, 5 അപ്പവും 5 അപ്പവും 2 മീനും കൊണ്ട് 2 മീനും കൊണ്ട് 5000 പേരെയും 5000 പേരെയും 7 അപ്പവും 7 അപ്പവും ഏതാനും മത്സ്യങ്ങളും കൊണ്ട് 4000 പേരെയും സംതൃപ്തരാക്കിയ സർവശക്തനും കാരുണ്യമായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നിത്യം കന്യകയും നിന്റെയും ഞങ്ങളുടെയും അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മീൻ പിടുത്തക്കാരായ വിശ്രുത ശ്രീഖന്മാരുടെയും സംരക്ഷണത്തിൽ ഞങ്ങളുടെ വള്ളത്തിനെയും വലയെയും യന്ത്രത്തെയും തൊഴിലാളികളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, മീനുള്ള കടലിലേക്ക് വള്ളത്തിന്റെയും ബോട്ടിന്റെയും തലയെ തിരിച്ചു വിടണമേ. വലയിലേക്ക് മത്സ്യങ്ങളെ ആകർഷിക്കണമേ. വലയിൽ ഉൾക്കൊള്ളുന്ന മത്സ്യങ്ങളെ വായ്ത്തരയിൽ ബന്ധിക്കണമേ. പന്നിയും പാറയും പുറ്റും മുതലായ നശീകരണ ബാധകളിൽ നിന്ന് ഒഴുക്കിൽ നിന്ന് കാറ്റിൽ നിന്ന് കോളിൽ നിന്ന് ഞങ്ങളും ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളും യേശുനാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. സ്തുതികട ഹല്ലേലൂയ. കടലിൽ വീണ് നടന്ന ദൈവമേ, വലതുവശത്ത് വലയെറിയാൻ കൽപ്പിച്ച ദൈവമേ, കടലിൽ മത്സ്യസമ്പത്ത് നൽകണമേ. എല്ലാ മത്സ്യത്തൊഴിലാളികളെയും കൂടെ ജോലി ചെയ്യുന്നവരുടെയും കുടുംബങ്ങള്, മക്കള്, ഭൗതിക ജീവിത സാഹചര്യങ്ങള് ഇപ്പോൾ തത്സമം ആശീർവദിക്കപ്പെടട്ടെ. ബോട്ടുകളും വലകളും ആശീർവദിക്കപ്പെടട്ടെ. വള്ളങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അഭിഷേകമേ, അഭിഷേകമേ, കരങ്ങൾ വീശി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ. കരങ്ങൾ ഉയർത്തി അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. ജീവിക്കുന്ന ദൈവം, ദിവ്യകാരുണ്യത്തിൻ്റെ അതുല്യ ശക്തി നിങ്ങളുടെ ജീവിത മേഖലകളിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇതാ കർത്താവ് കടന്നു വരുന്നു. ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. മാരക രോഗങ്ങൾ സുഖപ്പെടുന്നു. തീരാവ്യാധികൾ സുഖപ്പെടുന്നു. ഇതാ അവൻ കർത്താവിൽ ശക്തി പുറപ്പെട്ടിരിക്കുന്നു. രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയ ദൈവം, മരിച്ചവരെ ഉയർപ്പിച്ച ദൈവം, തളർവാദ രോഗിയെ കിടക്കേണ്ട നടക്കാൻ കൽപ്പിച്ച ദൈവം, ഇതാ നിന്റെ ഇതിൻ്റെ രോഗങ്ങളെയും, ഇതാ നിന്റെ ഇതിൻ്റെ മക്കളെയും, ഇതാ നിന്റെ ഇതിൻ്റെ തൊഴിൽ മേഖലകളെയും, ഇതാ നിന്റെ ഇതിൻ്റെ വരുമാന മാർഗങ്ങളെയും, നിന്റെ സഞ്ചാരങ്ങളെയും, വസ്തുവകകളെയും, കുടുംബങ്ങളെയും, മക്കളെയും ആശീർവദിക്കുന്നു. ഉടമ്പടി ചെയ്ത എല്ലാ നിയോഗങ്ങളുടെ മേൽ ദിവ്യകാരുണ്യത്തിന് മുദ്ര പതിയുന്നു. ദൂരരാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഈശോ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ.